يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, അത്യുദാരനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മളാൽ കഴിയുന്ന വിധം സൂക്ഷിച്ച് അവന്റെ കൽപ്പനകൾ പാലിച്ച് നിയമനിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ധന്യമാക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ അർഹിക്കുന്ന ഭാഷയിൽ ഓർമ്മപ്പെടുത്തുന്നു, ഉപദേശിക്കുന്നു. ഇരുത്തവും സംസാരവുമെല്ലാം ഉപകാരപ്പെടുന്ന അമലായി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. മനുഷ്യരായ നമ്മൾ ഈ ലോകത്തേക്ക് വെറുതെ കടന്നു വന്ന ആളുകളല്ല എന്ന ബോധ്യവും തിരിച്ചറിവും നമുക്കുണ്ടാവും. വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്ന ചോദ്യം, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ, നിങ്ങൾ വെറുതെ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നതാണോ നിങ്ങളുടെ വിചാരം? വ അന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മിലേക്കൊരു മടക്കമില്ല എന്ന ചിന്തയിലാണോ നിങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നു. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ ജീവിതത്തെക്കുറിച്ച് അവർ പറഞ്ഞ ഒരു വർത്തമാനം, വഖാലു ഇൻഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ, ഞങ്ങൾക്ക് ദുനിയാവിലെ ഈ ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമൊന്നുമില്ല. കാലമാണ് ഞങ്ങളെ ജീവിപ്പിച്ചത്, കാലമാണ് ഞങ്ങളെ മരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ വ്യർത്ഥമായ വർത്തമാനങ്ങൾ അവർക്കുണ്ടായിരുന്നു. വമാ നഹ്നു ബിമബഊസീൻ, ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ പോകുന്നവരുമല്ല എന്ന അർത്ഥശൂന്യമായ വർത്തമാനങ്ങൾ. ഈ വാചകങ്ങളും നമ്മൾക്കില്ല. ഒരു സ്പൂണിന്റെ അളവിലുള്ള വെള്ളത്തുള്ളിയിൽ നിന്ന് അണ്ടത്തെയും ബീജത്തെയും കൂടിച്ചേർത്ത് സിക്താണ്ഡമുണ്ടാക്കി ആ സിക്താണ്ഡത്തെ നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിലിട്ട് 9 മാസക്കാലം അള്ളാഹു അതിനെ പരിപോഷിപ്പിച്ച് വളർത്തിയെടുത്ത് സുരക്ഷിതമായി പുറത്തു കൊണ്ടുവന്ന് അന്ന് ബലഹീനമായ നമ്മൾക്ക് ശക്തി നൽകി ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും പിന്നീട് വാർദ്ധക്യവും എല്ലാം മനുഷ്യത്തിൽ കടന്നു പോകുന്നത് വെറുതെയല്ല എന്ന് മനസ്സിലാക്കുന്നവരാണ് ഞാനും നിങ്ങളും. വിശുദ്ധ ഖുർആൻ മരണവും ജീവിതവും എന്തിനാണ് എന്ന് പഠിപ്പിച്ചത് 67-ാം അധ്യായം സൂറത്തുൽ മുൽക്ക് 2-ാമത്തെ വചനം, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണവൻ. എന്തിനാണ് ആ സൃഷ്ടിപ്പ്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ലിയബ്ലുവക്കും നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി തന്നെയാണ്. അയ്യുക്കും നിങ്ങളിൽ ആരാണ് അഹ്സനു അമല ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നത്. അള്ളാഹുവിന് ആവശ്യം നമ്മുടെ കർമ്മങ്ങളുടെ എണ്ണത്തെക്കാളും നമ്മുടെ കർമ്മങ്ങളുടെ ക്വാണ്ടിറ്റിയേക്കാൾ നമ്മുടെ അമലുകളുടെ ക്വാളിറ്റിയാണ്. ഞാൻ എത്ര ചെയ്തു എന്നുള്ളതിനേക്കാൾ ഞാൻ എത്ര നന്നായി ചെയ്തു എന്ന ചോദ്യത്തിനാണ് പ്രസക്തി, എന്ന ചിന്തകൾക്കാണ് പ്രസക്തി, എന്ന ആലോചനകൾക്കാണ് ഗൗരവമുള്ളത്. അതുകൊണ്ട് ആലോചിക്കേണ്ടത്, എന്റെ കർമ്മങ്ങൾ ഏറ്റവും സുന്ദരമാക്കി തീർക്കാൻ ഞാൻ എന്തു ചെയ്തു? അള്ളാഹു എന്നെ സൃഷ്ടിച്ചത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി, എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ജിന്നിനെയും മനുഷ്യനെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. എങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ കാതൽ എന്ന് പറയുന്നത് അള്ളാഹുവിന് ഇബാദത്ത് കൊടുക്കുക, അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. ഞാൻ ദുനിയാവിൽ അള്ളാഹുവിനെ ആരാധിക്കണം. എനിക്ക് അള്ളാഹുവിന്റെ സ്വർഗം കിട്ടണമെങ്കിൽ എന്റെ കയ്യിൽ അമലു സ്വാലിഹാത്തുകൾ ഉണ്ടാവണം. ആ അമലു സ്വാലിഹാത്തുകൾ ഞാൻ നിർവഹിക്കണമെങ്കിൽ എനിക്ക് ദുനിയാവിൽ ജീവിച്ചേ തീരൂ. ആ ദുനിയാവാണ് എനിക്കത് നിർവഹിക്കുവാനും ശേഖരിക്കുവാനുമുള്ള ഇടമെന്ന് പറയുന്നത്. ആ ദുനിയാവിൽ ഞാൻ ജീവിക്കണമെങ്കിൽ എനിക്ക് ആരോഗ്യം വേണം. എനിക്ക് ഇബാദത്തുകൾ നിർവഹിക്കാൻ എനിക്കൊരു ആരോഗ്യം നിർബന്ധമാണ്.
ഇവിടെ എനിക്ക് താമസിക്കണം, അതിനെനിക്കൊരു വീട് വേണം, എനിക്ക് ഇബാദത്ത് നിർവഹിക്കാൻ ആരോഗ്യമുണ്ടാകണമെങ്കിൽ ആരോഗ്യം പരിപോഷിപ്പിക്കാൻ ഞാൻ ഭക്ഷണം കഴിക്കണം, ഞാൻ ഭക്ഷണം കഴിക്കണമെന്നുണ്ട് എങ്കിൽ എൻ്റെ കയ്യിൽ പണം വേണം, എൻ്റെ കയ്യിൽ പണം വേണമെങ്കിൽ എനിക്ക് ജോലി വേണം, എനിക്ക് ജോലി ചെയ്യണമെങ്കിൽ ഞാൻ പഠിക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ പഠനവും എൻ്റെ ജോലിയും എൻ്റെ വരുമാനവും എൻ്റെ ആരോഗ്യവും എൻ്റെ വീടും എല്ലാം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന ഏറ്റവും പരമപ്രധാനമായ ഭാഗത്തിന് വേണ്ടിയാണ് എന്ന് ഉൾക്കൊള്ളുവാനാണ് നമ്മൾ ആദ്യം സന്നദ്ധരാകേണ്ടത്. പക്ഷേ നമ്മുടെ കൂടെ ജീവിക്കുന്ന 95% ആളുകളും ഈ ചിന്തകളെ മറന്നുപോയവരും ഈ യാഥാർത്ഥ്യം ബോധപൂർവം വിസ്മരിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് അള്ളാഹുവിന്റെ സ്വർഗം നേടിയെടുക്കുവാൻ പറ്റുക. അള്ളാഹു നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു, വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. വഹുവ മഅകും ഐനമാ കുൻതും. ആ റബ്ബ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ റബ്ബിന് ഏറ്റവും നന്നായി തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് ശുക്ർ ചെയ്യുക. ആ ശുക്ർ എന്ന് പറഞ്ഞാൽ 3 വിധത്തിലാണുള്ളത്. ഒന്ന്, ഹൃദയം കൊണ്ട് അള്ളാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത്. 2, നമ്മുടെ നാവ് കൊണ്ട് ആ അള്ളാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു പറയുക എന്നുള്ളത്. 3, അള്ളാഹു നമ്മൾക്ക് നൽകിയ അവയവങ്ങളിലൂടെ ആ ശുക്ർ പ്രകടമാക്കുക എന്നുള്ളത്. ഇവിടെ നമ്മൾ ആത്യന്തികമായിട്ട് ആലോചിക്കേണ്ടത് അള്ളാഹുവിന് ഞാൻ കൊടുക്കേണ്ട ശുക്ർ എന്നതിന്റെ ഏറ്റവും പരമപ്രധാനമായ ഭാഗം എൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, എൻ്റെ തൗഹീദാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലൂടെ നമ്മളിങ്ങനെ കടന്നുപോയാൽ അദ്ദേഹത്തിന് ക്രൂരമായ പീഡനങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും എല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്നു. തീക്കുണ്ടാരത്തിലേക്ക് അദ്ദേഹം എറിയപ്പെടുന്നുണ്ട്. ആസറിന്റെ കല്ലേറുകൾക്ക് അദ്ദേഹം ഇരയാക്കപ്പെടുന്നുണ്ട്. വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും തകരാതെ പതരാതെ നിൽക്കുന്നതിനാണ് ശുക്ർ എന്ന് പറയുന്നത്. എന്താണ് ആ ശുക്ർ? എനിക്ക് ജീവൻ നൽകിയ അള്ളാഹു, എനിക്ക് അവയവങ്ങൾ നൽകിയ അള്ളാഹു, എനിക്ക് ആരോഗ്യം നൽകിയ അള്ളാഹു, എനിക്ക് ഉമ്മയെ നൽകിയ, ബാപ്പയെ നൽകിയ, എനിക്കെല്ലാം നൽകിയ അള്ളാഹു. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്റെ ആരാധനകൾ അർപ്പിക്കപ്പെടാൻ ഏറ്റവും അർഹനെന്ന തിരിച്ചറിവോടുകൂടി ജീവിതത്തിന്റെ പ്രാർത്ഥനകളുടെ ആരാധനയുടെ മുഴുവൻ ഭാഗവും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മുമ്പിൽ മാത്രം അർപ്പിക്കുവാൻ സാധ്യമാകുന്ന അടിമകളായി നമ്മൾക്ക് മാറാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാറുണ്ട്, ചുമരുകളിൽ ഒട്ടിച്ചു വെക്കാറുണ്ട്, സ്റ്റിക്കറുകളായി പതിപ്പിച്ചു വെക്കാറുണ്ട്. പക്ഷേ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ മഹത്തരമായ ആശയത്തിന്റെ ആപ്തവാക്യം എന്ന് ഉൾക്കൊള്ളാൻ നമ്മൾക്ക് സാധ്യമായിട്ടുണ്ടോ എന്നാണ് ആലോചിക്കേണ്ടത്. തൗഹീദ് ഇല്ലാതെ നാം എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്താലും അതൊന്നും അല്ലാഹു സ്വീകരിക്കാൻ പോകുന്നില്ല. എത്ര സുന്ദരമായ ബിരിയാണിയാണെങ്കിലും എത്ര മനോഹരമായ പായസമാണെങ്കിലും അതിലേക്കൊരിറ്റ് വിഷം കലരുന്നതോടുകൂടി ആ അത്രയും നേരത്തെ ബാക്കിയുള്ള അതിന്റെ ഫലങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ്. ഇതേ രൂപത്തിൽ നമ്മുടെ കയ്യിൽ എത്രമാത്രം അമൽ സ്വാലിഹാത്തുകൾ ഉണ്ട് എങ്കിലും ആ ജീവിതത്തിന്റെ കർമ്മങ്ങളുടെ മേഖലയിൽ എവിടെയെങ്കിലും ശിർക്കിന്റെ ഒരു അംശം കടന്നുകൂടിയാൽ അതോടുകൂടി അതെല്ലാം മലീമസമാകുമെന്ന തിരിച്ചറിവും ബോധ്യവും നമ്മൾക്കുണ്ടാകണം. ഈ പ്രപഞ്ചത്തിന് 2 സൃഷ്ടാവില്ല എന്നു സമ്മതിക്കലല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവാണ് ആരാധനക്കർഹൻ എന്ന് വിശ്വസിക്കൽ മാത്രമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പ്രപഞ്ചത്തിന് ഒരുപാട് ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മാനവ സമൂഹം ഇവിടെയുണ്ട്. ദേവന്മാർ മുതൽ ദേവതകൾ മുതൽ മലക്കുകൾ മുതൽ പ്രവാചകന്മാർ മുതൽ കല്ലുകൾ മുതൽ പലതിനെയും ദൈവങ്ങളായി സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നവർ. അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നമ്മൾക്ക് പറയാൻ പറ്റണം, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക്, നിങ്ങളുടെ സഹായാർത്ഥനകൾക്ക്, നിങ്ങളുടെ വിഷമതകളുടെ, നിങ്ങളുടെ തേട്ടങ്ങൾക്ക്, നിങ്ങളുടെ അഭ്യർത്ഥനകൾക്ക് നിങ്ങളെ കേൾക്കുവാനും നിങ്ങൾക്ക് ഉത്തരം നൽകുവാനും നിങ്ങളെ സഹായിക്കുവാനും സാധ്യമാകുന്ന ഒരേ ഒരു ശക്തി എന്ന് പറയുന്നത് അത് നിങ്ങളെ സൃഷ്ടിച്ച, ഈ ലോകത്തെ സൃഷ്ടിച്ച, ഇതിനെല്ലാം പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് സാധ്യമാവുക എന്ന് ഉച്ചിസ്തരം പ്രഖ്യാപിക്കാൻ കഴിയുന്നിടത്താണ് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്നവരാകുന്നത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ സധൈര്യം പറയും. അത് പറയാൻ എനിക്ക് ആരുടെയും തിട്ടൂരം ആവശ്യമില്ല എന്ന് പ്രഖ്യാപിക്കാൻ നമ്മൾക്ക് പറ്റണം. അതിനെനിക്ക് ആരെയും ഭയമില്ല എന്ന് ജീവിതം കൊണ്ട് തെളിയിക്കാൻ നമ്മൾക്ക് പറ്റണം. അത് പറഞ്ഞതിന്റെ പേരിൽ ആരൊക്കെ എന്നെ ബഹിഷ്കരിച്ചാലും, ആരൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയാലും, ആരൊറ്റപ്പെടുത്തിയാലും, ആര് കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞാലും ഭീഷണിപ്പെടുത്തിയാലും എനിക്കതൊന്നും പ്രശ്നമല്ല എന്ന് ജീവിതം കൊണ്ട് തെളിയിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം.
അവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹിതമായ മഹത്തരമായ ആശയത്തെ നെഞ്ചോട് ചേർത്തു പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുക. അള്ളാഹുവിനെ പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എന്തുമാകട്ടെ, അത് മരിച്ചവരാകട്ടെ അല്ലെങ്കിൽ അദൃശ്യമായ ശക്തികൾ എന്ന് വിശ്വസിക്കുന്ന എന്തുമാകട്ടെ, വിശുദ്ധ ഖുർആൻ അവിടെയൊക്കെയും അടിവരയിടുന്ന പ്രയോഗം അവർ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കുകയില്ല. ഇനി കേട്ടാൽ ഉലൗ സമീഉ മസ്തജാബു ലക്കും, കേട്ടാൽ തന്നെയും ഉത്തരം കൊടുക്കുകയുമില്ല. ആ പ്രാർത്ഥന കേൾക്കാൻ അവർക്ക് സാധ്യമല്ല, പ്രാർത്ഥന കേട്ടാലും ഉത്തരം നൽകാനും സാധ്യമല്ല. അവരെ പ്രാർത്ഥിച്ചതിന്റെ പേരിൽ അവർ അതിന്റെ പേരിൽ കുറ്റക്കാരായി തീരുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സുന്ദരമായ വർത്തമാനങ്ങൾ നെഞ്ചോട് ചേർത്തു പിടിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമാകുന്നുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, തൗഹീദ് മനസ്സിലാക്കി നമ്മൾ പ്രബോധനത്തിന്റെ പാന്താവിലേക്ക് നമ്മൾ ഇറങ്ങാൻ ആത്മാർത്ഥമായിട്ട് തയ്യാറാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റണം. മറ്റെന്തില്ലെങ്കിലും നമ്മുടെ കൂടെ തൗഹീദ് ഉണ്ട് എന്ന് ബോധ്യമുണ്ടാകണം. അള്ളാഹു നമ്മൾക്ക് ഹിദായത്ത് നൽകി. മുസ്ലിമായ ഉമ്മയുടെയും ബാപ്പാക്കും നമ്മൾ ജനിച്ചതുകൊണ്ട് നമ്മൾക്ക് ഹിദായത്ത് കിട്ടി. അത് ചാൻസ് കൊണ്ട് നമ്മൾക്ക് കിട്ടിയ സാധനം. പക്ഷേ അതിന്റെ അപ്പുറം കിട്ടിയ ഒന്നിനെ ചോയ്സാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റണം. ഞാൻ എന്തുകൊണ്ട് മുസ്ലിമായി ചോദിച്ചാൽ, ഇസ്ലാം എന്റെ ചോയ്സ് ആയിരുന്നു, ഇസ്ലാം എന്റെ തെരഞ്ഞെടുപ്പായിരുന്നു, എന്റെ തീരുമാനമായിരുന്നു. ഞാൻ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു, എന്റെ ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ എന്തിനു വന്നു, ഇനി എങ്ങോട്ട് പോകണം, ഏതിലൂടെ പോകണം, എങ്ങനെ പോകാൻ പാടില്ല, ഇതിന്റെ അപ്പുറം എന്ത് എന്ന ചോദ്യങ്ങൾക്കും ചിന്തകൾക്കും എല്ലാം എനിക്ക് കൃത്യമായ ഉത്തരം കിട്ടിയത് ഇസ്ലാമിലാണ്. എന്റെ തീരുമാനമാണ് ഇസ്ലാം, എന്റെ തെരഞ്ഞെടുപ്പാണ് ഇസ്ലാം, എന്റെ ചോയ്സാണ് ഇസ്ലാം. എനിക്ക് ബൈ ചാൻസ് ആയി കിട്ടിയ ഒന്നല്ല എന്ന് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടും നമ്മുടെ പഠനങ്ങൾ കൊണ്ടും നമ്മുടെ അറിവ് കൊണ്ടും നമ്മുടെ വായന കൊണ്ടും ഉറപ്പിക്കാൻ നമ്മൾക്ക് സാധ്യമാകുന്നിടത്താണ് ഒന്നാമതായി നമ്മൾ വിജയികളായി തീരുക. ശിർക്ക് കടന്നു വരുന്നില്ല എന്ന് ജീവൻ കൊണ്ട് നമ്മൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ഒരു മേഖലയിൽ പോലും ശിർക്ക് കടന്നു വരുന്നില്ല എന്ന്. മുവഹിദുകളായ നമ്മൾക്ക് ശിർക്ക് കടന്നു വരും. നമ്മള് നാളെ ഏതെങ്കിലും ജാറത്തിന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കണമെന്നില്ല ശിർക്ക് കടന്നു വരാൻ. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങൾ നമ്മിലേക്ക് കടന്നുകൂടുന്ന വല്ലാത്തൊരവസ്ഥാവിശേഷം ഇന്ന് സംജാതമായിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മൾ ഇടപെടുന്ന, നമ്മൾ ജോലി ചെയ്യുന്ന നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ പോലും നമ്മൾ അറിയാൻ നമ്മുടെ ഇതിലേക്ക് ശിർക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് ബോധ്യം മനസ്സിലാക്കുക. ആ ബർത്ത്ഡേ ആഘോഷങ്ങളായിക്കോട്ടെ, വിവാഹ വാർഷിക ആഘോഷങ്ങളായിക്കോട്ടെ, മറ്റു മതസ്ഥര ആഘോഷങ്ങളായിക്കോട്ടെ, ഇതിലൊക്കെയും എന്തൊന്നില്ലാത്ത തൽപരതയും താല്പര്യവും അതിലേക്കുള്ള അമിതമായ ആവേശവും ഒക്കെ എന്നു മുതലാണ് മുസ്ലിം സമുദായം ഏറ്റെടുക്കാൻ തുടങ്ങിയത്. ഒരു മുസ്ലിം കുട്ടി പോലും പഠിക്കാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും ഇതര മത ആഘോഷങ്ങൾ നടത്തണമെന്ന പിടിവാശികൾ എന്നു മുതൽ നമ്മളിലേക്ക് കടന്നുകൂടാൻ തുടങ്ങിയത്. നമ്മൾ ആലോചിക്കേണ്ട ഗൗരവപ്പെട്ട വിഷയങ്ങൾ. നമ്മൾ അറിയാതെ നമ്മിലേക്ക് ശിർക്ക് കടന്നു വരുന്നുണ്ട്. വിവാഹത്തിന്റെ രംഗത്ത് താലിമാല എന്നൊരു സമ്പ്രദായമുണ്ടല്ലോ. ഇസ്ലാമിലെ മഹറമാലയും ഹൈന്ദവ മതത്തിലെ താലിമാലയും രണ്ടും ഒന്നാണോ? രണ്ടും ഒന്നല്ല. ഹൈന്ദവ മത താലിമാലക്ക് അവർ പിന്നിൽ കൽപ്പിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ, ഭർത്താവ് ആ താലിമാല തന്റെ ഭാര്യയിൽ അണിയിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ വിവാഹം സാധുവാകുന്നുള്ളൂ എന്നും, ആ താലിമാല മരണം വരേക്കും ജീവിതത്തിൽ ഒഴിവാക്കാൻ പാടില്ല എന്നും, അത് ഊരി മാറ്റിയാൽ അത് ബന്ധത്തെ വിള്ളലുണ്ടാക്കുമെന്നും, പണ്ട് കാലങ്ങളിൽ ഭർത്താവ് മരണപ്പെട്ടാൽ ഭർത്താവിന്റെ ചിതയിലേക്ക് ആ മാല എറിഞ്ഞു കൊടുക്കണമെന്നുമുള്ള വിശ്വാസങ്ങൾ ഹൈന്ദവ മതത്തിലുണ്ട്. പക്ഷേ നമ്മുടെ കാലഘട്ടത്തിൽ നിക്കാഹ് കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ വലിയ കൈ പിടിച്ച് മകളുടെ ഭർത്താവിന്റെ കൈ പിടിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അയാൾ സ്വീകരിച്ചു എന്ന വർത്തമാനം പറയുന്നതോട് ഇസ്ലാമിൽ വിവാഹം പൂർണ്ണമാണ്. പക്ഷെ അതിന്റെ അപ്പുറം ഭർത്താവ് വന്ന് ഭാര്യയ്ക്ക് മഹർ കെട്ടിക്കൊടുത്താൽ മാത്രമാണ് ആ വിവാഹം സാധുവാകുന്നുള്ളൂ എന്ന വിശ്വാസങ്ങൾ എന്നു മുതൽ നമ്മൾ കയറിക്കൂടാൻ തുടങ്ങിയത്. ആ മഹറമാലക്ക് അത്ര വലിയ ബുർഹാനത്ത് കൽപ്പിച്ച്, വലിയ പവിത്രത കൽപ്പിച്ച്, അതൊരിക്കലും ഇതിൽ അയച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്, അത് വിള്ളലുണ്ടാക്കുന്ന ഒന്നാണ് എന്ന ചിന്തകളും വിശ്വാസങ്ങളും ഒക്കെ എന്നും നമ്മൾ കയറിക്കൂടാൻ തുടങ്ങിയത്. നമ്മൾ വെറുതെ ഗൗരവത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ പോലും ശിർക്കിന്റെ തരികൾ കടന്നുകൂടുന്നുണ്ടോ എന്ന് ഗൗരവത്തിൽ കൂടെ നമ്മൾ ആലോചിക്കേണ്ട ഭാഗമുണ്ട്. നമ്മുടെ മക്കൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ നമ്മൾക്ക് സാധ്യമാകണം. യാക്കൂബ് നബി അലൈഹി സ്വലാം തന്റെ പിതാവ്, അദ്ദേഹം മരണപ്പെടാൻ സമയം മക്കളെ ചേർത്ത് വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം, മാ തഅബുദൂന മിൻ ബഅദി, എനിക്കു ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? ഉപ്പയുടെ സ്വത്തെന്ത് ചെയ്യും? ഉപ്പയുടെ കാര്യങ്ങൾ നിങ്ങൾ നിർവഹിക്കണം, കുടുംബബന്ധം പോറ്റണം എന്ന ചോദ്യങ്ങളെക്കാളും ആ ഉപ്പ ചോദിക്കുന്ന ചോദ്യം, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് എന്റെ പ്രിയപ്പെട്ട മക്കളെ ആരാധിക്കുക എന്നാണ്.
അതിനാ മക്കൾ കൊടുക്കുന്ന മറുപടി, ഞങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ പിതാക്കളായ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും ഇസ്ഹാക്കിന്റെയും എല്ലാം ഇലാഹായ അള്ളാഹുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുക. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അവന് കീഴൊതുങ്ങിയ ആളുകളായിരിക്കുമെന്നാണ് ആ മക്കൾ കൊടുക്കുന്ന മറുപടികൾ. നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്തുപദേശങ്ങളാണ് കൊടുത്തതെന്ന് ആലോചിക്കുക. നമ്മുടെ കർമ്മങ്ങൾ ശിർക്ക് കടന്നു വരുന്നില്ല എന്ന് തിരിച്ചറിവ് നമ്മൾക്ക് ആത്മാർത്ഥമായിട്ടുണ്ടാകണം. അത് കടന്നു വന്നാൽ അതോടുകൂടി നാം ചെയ്തു കൂട്ടിയ അമലുകളൊക്കെയും പൊളിഞ്ഞു പോകും. ആ തൗഹീദ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു അടങ്ങിയിരിക്കലില്ല എന്ന് തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. ഒരു കണ്ണു കാണാത്തൊരു മനുഷ്യൻ, അയാളിങ്ങനെ നടന്നു പോകുന്നു, അയാളുടെ ഒരു 4 അടി കൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴിയിലേക്ക് വീഴാൻ പോകുന്നു എന്ന കൃത്യമായ ബോധ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും അത് കണ്ണുകൊണ്ട് കണ്ടൊന്നും പ്രതികരിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മിൽ എവിടെയാണ് മനുഷ്യപ്പറ്റുള്ളത് നമ്മൾ വെറുതെ ഒന്ന് ചിന്തിക്കുക. എങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന അനേകായിരം മനുഷ്യർ അവരിന്നും മക്ബറകളോടും മരിച്ചുപോയ മഹാത്മാക്കളോടും ബദരീങ്ങളോടും ശുഹദാക്കളോടും റസൂലുള്ളാഹിയോടും പ്രവാചകന്മാരോടും പോലും തേടി വിളിക്കുന്നത് കണ്ടിട്ടും അവർക്ക് അതിന്റെ പേരിൽ നരകമുണ്ടാകും തിരിച്ചറിവ് നമ്മൾക്കുണ്ടായിട്ടും ഒരു പ്രാവശ്യം പോലും തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ നമ്മൾക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ നമ്മൾ പരാജിതരല്ലേ എന്ന് വെറുതെ ആലോചിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, കർമ്മങ്ങളുടെ സ്വീകാര്യതയിൽ ഏറ്റവും പരമപ്രധാനമായ ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ജീവിതത്തിന്റെ എല്ലാ ഭാഗവും അർപ്പിക്കണം എന്നുള്ളതാണ്. ഞാൻ മുസ്ലിമാണ്. എന്താണ് മുസ്ലിം? അള്ളാഹുവിന് കീഴൊതുങ്ങിയവൻ, അള്ളാഹുവിന് കീഴ്പ്പെട്ടവൻ, ജീവിതത്തിലെല്ലാം അള്ളാഹുവിന് സമർപ്പിച്ചവൻ. അള്ളാഹുവേ, എനിക്ക് സ്വന്തമായിട്ട് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഇല്ല. നിന്റെ ഇഷ്ടങ്ങളാണ് എന്റെ ഇഷ്ടങ്ങൾ, നിന്റെ താല്പര്യങ്ങളാണ് എന്റെ താല്പര്യങ്ങൾ. നിനക്കിഷ്ടമില്ലാത്ത ഒന്നും എനിക്കിഷ്ടമല്ല എന്ന് ജീവിതം കൊണ്ട് തെളിയിക്കാൻ സാധ്യമാകുന്നിടത്ത് നമ്മൾ മുസ്ലിമാണ്. അതല്ലാതെ റേഷൻ കാർഡിലും ആധാറിലും ഒക്കെ മുസ്ലിമും അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ മുനാഫിക്കുമായി തീർന്നാൽ നമ്മുടെ അവസ്ഥ എന്താവുമെന്ന് വെറുതെ ആലോചിക്കാം. രണ്ടാമത്തെ ഭാഗം ഇത്തിബാഅ് ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ജീവിതമുണ്ട്, ആ ജീവിതത്തിന്റെ ക്രമങ്ങളുണ്ട്. അതുപോലെ നിർവഹിച്ച് മുന്നോട്ട് പോവുക. റസൂലുള്ളാഹിയെക്കാളും വലിയ മുത്തഖിയാകേണ്ട ആവശ്യം നമ്മൾക്കില്ല. ഒരിക്കൽ റസൂലുള്ളാഹി മരണപ്പെട്ട് ദിവസങ്ങൾക്കപ്പുറം ഖുബാ പള്ളിയിൽ 3 ചെറുപ്പക്കാർ കൂടിയിരിക്കുന്നു. അവരെക്കുറിച്ച് ഒരു സ്വഹാബി വര്യൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അരികിലേക്ക് വന്ന് പരാതി പറയുന്നു. അവിടെ 3 യുവാക്കൾ ഒരുമിച്ചിരിക്കുന്നുണ്ട്. വിചിത്രമായ ഒരു രീതി അവരിലുണ്ട്. അദ്ദേഹം കടന്നു ചെല്ലുമ്പോൾ കാണുന്നത്, അദ്ദേഹം ചോദിക്കാൻ, നിങ്ങളെന്താ ചെയ്യണേ? ആ 3 ചെറുപ്പക്കാർ പറഞ്ഞു, ഞങ്ങളൊരു നമസ്കാരം കഴിഞ്ഞു, അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക, വെറുതെ സംസാരിച്ചിരിക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ ദിക്ർ ചൊല്ലുക. ഓട്ടെ, ശരി, എന്താ നിങ്ങൾക്ക് മുമ്പിൽ പുതിയൊരു സമ്പ്രദായം? ആ ചെറുപ്പക്കാർ കൊടുക്കുന്ന മറുപടി, ഇത് കുറച്ച് കല്ലുകളാണ്, ഞങ്ങളിങ്ങനെ ദിക്ർ ചൊല്ലുമ്പോ ഓരോ കല്ലുകൾ കൊണ്ടിങ്ങനെ എണ്ണം പിടിക്കും. നല്ലതല്ലേ, എണ്ണം തെറ്റിപ്പോകാതിരിക്കാനാണ് എന്ന മറുപടിക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ മുകളിലെ മണ്ണ് ഉണങ്ങിപ്പോയിട്ടില്ല. റസൂലുള്ളാഹി ഉപയോഗിച്ച പാത്രങ്ങൾ പൊട്ടിത്തീർന്നിട്ടില്ല. പ്രവാചകന്റെ കാലത്തെ സ്വഹാബാക്കൾ മരണപ്പെട്ടു തീർന്നിട്ടില്ല. പ്രവാചകന്റെ വസ്ത്രം നുരുമ്പിപ്പോയിട്ടില്ല. അപ്പോഴേക്കും നിങ്ങൾ ദീനിൽ പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയാണോ എന്ന് കർക്കശത്തോടുകൂടി ഗൗരവത്തോടുകൂടി വളരെ ശക്തമായി കൊണ്ട് അദ്ദേഹം ആ സ്വഹാബി വര്യന്മാർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിലേക്ക് ദിക്റുമാലകൾ, തസ്ബീഹിന്റെ മെഷീനുകൾ, ഇതിനെവിടെയാണ് ഇസ്ലാമിൽ മാതൃകയുള്ളത്? നാളെ നമ്മുടെ അവയവങ്ങൾ വതുകല്ലിമുനാ ഐദീഹിം, നമ്മുടെ കരങ്ങൾ അല്ലാഹുവിനോട് സാക്ഷ്യം പറയുന്ന ദിവസത്തിൽ നമ്മുടെ വിരലുകൾ സംസാരിക്കട്ടെ. ഇതാ റബ്ബേ, ഈ വിരലുകൾ കൊണ്ട് അവൻ നിന്നെ സ്തുതിച്ചിട്ടുണ്ട്, നിന്നെ ഓർത്തിട്ടുണ്ട്, നിനക്ക് നന്ദി കാണിച്ചിട്ടുണ്ട്, നിനക്ക് ശുക്ർ അർപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന വിരലുകളായി നമ്മുടെ വിരലുകളെ മാറ്റിയെടുക്കാൻ നമ്മൾക്ക് പറ്റണം. നമസ്കാര ശേഷം എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥനയൊക്കെ ചൊല്ലി അവസാനം മുഖത്ത് കൈ തടവുന്ന രീതി നമ്മിലൊക്കെ ഉണ്ടാവും. നമസ്കാരം കഴിഞ്ഞാൽ മുഖത്ത് ഇങ്ങനെ കൈകൾ കൊണ്ടുപോയി തടവും. ഇതിനെക്കുറിച്ച് അഹ്മദ് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നൊരു വർത്തമാനമുണ്ട്. അദ്ദേഹം പറഞ്ഞ, ഒരുപാട് സ്വഹാബികളെ ഞാൻ കണ്ടു, ഒരു സ്വഹാബി പോലും തന്റെ നമസ്കാരങ്ങൾക്ക് ശേഷമോ പ്രാർത്ഥനകൾക്ക് ശേഷമോ കൈകൾ മുഖത്ത് കൊണ്ടുപോയി തടവുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. വിദഅത്താണോ ചോദിച്ചാൽ അല്ലാഹു അഅലം. പക്ഷെ മറിച്ച് അതിന് മാതൃകയില്ല എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഖബർസ്ഥാനുകളിലേക്ക് പോയാൽ അവിടെ കുറെ മരക്കുറ്റികളുണ്ട്. എവിടെയാണ് നമ്മൾക്ക് മാതൃകയുള്ളത്? മയ്യത്തുമായി ബന്ധപ്പെട്ട മുഴുവൻ മേഖലകളും നിശബ്ദമായി കൊണ്ടാണ് മുസ്ലിം നിർവഹിക്കേണ്ടതും ഫോളോ ചെയ്യേണ്ടതും ഒക്കെ. പക്ഷേ നമ്മൾ ഖബർസ്ഥാനിലേക്ക് എത്തിയാൽ തസ്ബീഹത്തിന് ചോദിക്കണം എന്ന് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചു. പക്ഷേ അവിടെ നമ്മൾ ഉച്ചത്തിലാണ് തസ്ബീഹത്തുകൾ പോലും ചൊല്ലുന്നത്. അതിനും എവിടെയാണ് മാതൃക എന്ന് വെറുതെ ആലോചിക്കുക. ആ ഉറക്കെ ചൊല്ലുന്ന തസ്ബീഹയുടെ വിഷയത്തിൽ പോലും മാതൃകയുണ്ടോ എന്ന് ചിന്തിക്കുക. വിദഅത്താണോ വെച്ചാൽ അല്ലാഹു അഅലം. പക്ഷേ സൂക്ഷ്മത പാലിക്കേണ്ട ഒന്നാണെന്ന് മനസ്സിലാക്കുക. പെരുന്നാളിൽ നമ്മൾ തക്ബീറുകൾ മുഴക്കും. ഒരാൾ ഒരു പ്രാവശ്യം ഉറക്കെ പറയുകയും പിറകിലുള്ളവരെല്ലാം അത് ഏറ്റു സ്വരത്തിൽ ഏറ്റുവിളിക്കുകയും ചെയ്യുന്നതിന് എവിടെയാണ് മാതൃകയുള്ളതെന്ന് ആലോചിക്കുക.
ഇങ്ങനെ നാം നിത്യജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ എവിടെയൊക്കെയോ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച രൂപത്തിൽ തന്നെയാണോ നമ്മുടെ കർമ്മങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് ആലോചിക്കണം. അതല്ല എങ്കിൽ അതിനൊക്കെയും സ്വീകാര്യതയില്ല എന്നും അതൊക്കെയും അള്ളാഹുവിന്റെ അരികിൽ ഒരു വിലയുമില്ലാത്തതായി തീരുന്ന ആലോചിക്കണം. സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടത്, നിങ്ങൾ അതുപോലെ നമസ്കാരം നിർവഹിക്കുന്നവരാകണം. നമസ്കാരം മദ്രസന്ന് പഠിച്ചതിന് ശേഷം നമ്മളൊക്കെ എത്ര നമസ്കാരം ശരിക്കും പഠിച്ചെന്ന് ആലോചിക്കുക. ഒരു നമസ്കാരം പഠിച്ച പണ്ഡിതന്റെ മുമ്പിൽ പോയി എന്റെ കൈ കെട്ടുന്ന രീതി ശരിയാണോ, എന്റെ കൈകൾ താഴ്ത്തുന്ന രീതി ശരിയാണോ, എന്റെ റുക്കൂ ശരിയാണോ, എന്റെ സുജൂദ് ശരിയാണോ, എത്ര സമയം നമ്മളൊക്കെ പഠിച്ച്. ആ ചൊല്ലും ദിക്റുകളുടെ അർത്ഥം എന്താന്ന് പോലും ഇപ്പോഴും നമ്മൾക്ക് അറിവില്ല എങ്കിൽ ഇത്രയും കാലം നമ്മൾ അള്ളാഹുവിനോട് എന്താണ് സംസാരിച്ചുകൊണ്ടിരുന്നത്? അഖിമിസ് സ്വലാത്ത ലിദിക്രി, നിങ്ങൾ എന്നെ ഓർക്കുന്നതിന് വേണ്ടി നമസ്കാരം നിലനിർത്തുന്നവരാകണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. ആ നമസ്കാരങ്ങളിൽ എത്രയാണ് നമ്മൾ അള്ളാഹുവിനെ ഓർക്കാറ്? മുനാഫിക്കീങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നൊരു ഭാഗമുണ്ട്. അവർ അള്ളാഹുവിനെ ഓർക്കുമില്ല ഖലീല, അല്പമല്ലാതെ എന്നാണ്. കുറച്ച് പോലും ഓർക്കും അത്രേ. എങ്കിൽ നമ്മുടെയൊക്കെ നമസ്കാരങ്ങളിൽ എത്രമാത്രമാണ് അള്ളാഹുവിനെ ഓർക്കലെന്നും നമ്മുടെ ജീവിതത്തിൽ നിഫാഖ് കടന്നുകൂടുന്നുണ്ടോ എന്നുമുള്ള പേടിയും ആത്മാർത്ഥമായി നമ്മിൽ ഉണ്ടാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. എന്റെ റസൂൽ എങ്ങനെയായിരുന്നു, എന്റെ റസൂലിന്റെ ജീവിതം എങ്ങനെയായിരുന്നു, ആ റസൂലുള്ളാഹിയുടെ ഇബാദത്തുകളുടെ രൂപം എങ്ങനെയായിരുന്നു? മൂന്നാളെ കുറിച്ച് നമ്മൾക്കറിയാം. റസൂലുള്ളാഹിയുടെ ആരാധനയെ കുറിച്ച് ചോദിക്കാൻ വന്നു. ആയിഷ ബീവി ഉത്തരം കൊടുത്തു. അവർ സ്വയം തീരുമാനമെടുത്ത മടക്കുന്ന മടക്കമുണ്ട്. ഞങ്ങൾ റസൂലിന്റെ സ്വർഗ്ഗമുണ്ട്, നമ്മക്കങ്ങനെ ആയാൽ പോരാ. മൂന്നാള് മൂന്ന് പ്രതിജ്ഞകളെടുത്ത് തീരുമാനിച്ചു പോകുന്നു. ഒരാൾ ഇനി ഉടനീള നമസ്കാരമാണെന്ന് പറയുന്നു, രാത്രി മുഴുവൻ ഉറങ്ങാതെ നമസ്കാരമാണ് എന്നൊരാൾ, വേറെ ഒരാളോ എന്നും നോമ്പാണെന്ന് വേറെ ഒരാൾ വിവാഹം പോലും കഴിക്കൂലാൻ തീരുമാനിച്ച വേറെ ഒരാൾ. ഇവരെയൊക്കെയും റസൂൽ തിരിച്ചു വിളിച്ച് തിരുത്താണ്. അതിന്റെ അർത്ഥം എന്താ? റസൂലിനേക്കാൾ വലിയ മുത്തക്കി ആവേണ്ട ആവശ്യമില്ല എന്നാ. ആ റസൂൽ പഠിപ്പിച്ചോടുത്ത് നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പരമമായ കാര്യമെന്ന് പറയുന്നത്. മൂന്നാമതായി നമ്മുടെ ജീവിതത്തിൽ ഇഖ്ലാസ് ഉണ്ടാവുക എന്ന ഏറ്റവും പരമപ്രധാനമായ ഭാഗമാണ്. ചെയ്യുന്ന കാര്യങ്ങൾ ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ പ്രവർത്തിക്കണം. എന്താണ് ഇഖ്ലാസ് എന്ന വാക്കിന് നമ്മൾ സാധാരണ അർത്ഥം പറയാം? ആത്മാർത്ഥത, നിഷ്കളങ്കത എന്നൊക്കെയും നമ്മൾ ആ വാക്കിന് അർത്ഥം പറയും. പക്ഷേ കുറച്ചുകൂടെയൊക്കെയും ആഴവും പരപ്പും വിശാലതയും വ്യക്തതയും ഒക്കെയുള്ള ഒരു അർത്ഥം എന്ന് പറയുന്നത് ഒറ്റയാക്കുക, ഏകനാക്കുക എന്നുള്ളതാണ്. നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഒരാളുടെ മാത്രം തൃപ്തിയും പ്രീതിയും പ്രശംസയും നന്ദിവാക്കും പ്രതിഫലവും ആഗ്രഹിച്ച് നാം ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് ഇഖ്ലാസുള്ള കർമ്മമെന്ന് പറയുക. ആ കർമ്മങ്ങൾ നമ്മിലുണ്ടോ എന്ന് വെറുതെ ഗൗരവത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ കർമ്മങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന്. നമ്മൾ ആ മൂന്നാള് ഗുഹയിൽ കുടുങ്ങിയ ചരിത്രം നാൾക്കുനാളായിട്ട് കേൾക്കുന്നവരാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും എല്ലാം ഇഖ്ലാസിന്റെ അധ്യായത്തിൽ പഠിപ്പിച്ച ഇമാം നവവി റിയാദുസ് സ്വാലിഹീന്റെ തുടക്കത്തിൽ ചേർത്ത് വെച്ച ആ ചരിത്രം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ നിവേദനം. ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. അദ്ദേഹം റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു, നിങ്ങളുടെ മുൻഗാമികൾപ്പെട്ട 3 പേര് യാത്ര പോയി. രാത്രിയായപ്പോൾ ഒരു ഗുഹയിൽ അവർ അഭയം തേടി. ഗുഹാമുഖം ഒരു പാറക്കൽ ഉരുണ്ടുവന്ന് ഗുഹ അടഞ്ഞു. അവരെ പരിശ്രമിച്ചു, പക്ഷെ പാറ നീങ്ങുന്നില്ല. ആ 3 ആളും തമ്മിൽ പറഞ്ഞു, നമ്മൾക്ക് 3 പേർക്കൊന്ന് രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല. ഇല്ലാൻ തദുല്ലാഹ ബിസ്വാലി അമാലിക്കും, നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്നല്ലാതെ വേറെ ഉപായങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല. ആ 3 പേരും അവർ ചെയ്ത ഓരോ നന്മകൾ എടുത്തു വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ 3 പേരും അവർ ചെയ്ത നന്മകൾ എടുത്തു വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകം എന്ന് പറയുന്നത്, പിന്നെ അവർ അള്ളാഹുവിനോട് പറയുന്ന വർത്തമാനം, അള്ളാഹുവേ, ഞാൻ ആ ഇബാദത്ത് ചെയ്തത്, ആ നന്മ ചെയ്തത് നിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇൻ കുന്തു എന്നാണ് അവർ പറഞ്ഞത്. അള്ളാഹുവേ, ഞാനാണ് എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രം, നിനക്കുറപ്പുണ്ടെങ്കിൽ മാത്രം, ഞാൻ ആ കർമ്മം ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്റെ സ്വർഗമല്ലാതെ മറ്റൊന്നും ആഗ്രഹിച്ചിട്ടില്ല എന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം രക്ഷപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞത്. ആ ഇഖ്ലാസിന്റെ കാരണം കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തി. ഇന്നോളം നാം ചെയ്ത കർമ്മങ്ങളിൽ ഏതു കർമ്മത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾക്ക് പറയാൻ പറ്റും, അല്ലാഹുമ്മ ഇൻ കുൻതുൻ, അള്ളാഹുവേ, ഞാനാണെങ്കിൽ ബോധ്യമുണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തിയാ മതി എന്ന് പറയാൻ മാത്രം എത്ര കർമ്മങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്.
ഒരാളും അറിയാത്ത കർമ്മത്തിന്റെ പേരാ ഇഖ്ലാസ്. അബൂബക്കർ റളിയല്ലാഹു ഭരണകാലഘട്ടത്തിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഉടനെ എഴുന്നേറ്റ് പോകുന്നു. എങ്ങോട്ടാണ് ഈ ധൃതി എന്നറിയാൻ ദിവസങ്ങൾക്കപ്പുറം ഉമർ റളിയല്ലാഹു പിറകിൽ ഫോളോ ചെയ്യുന്നു. ഒരു വീട്ടിലേക്ക് അദ്ദേഹം കയറി. പിന്നെ അല്പം കഴിഞ്ഞിരുന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഉമർ റളിയല്ലാഹു പിറകിൽ ചെന്ന് നോക്കുമ്പോൾ കണ്ണു കാണാത്തൊരു മനുഷ്യനുണ്ട് അവിടെ, വൃദ്ധനായ കിടക്കുന്നു. അദ്ദേഹത്തോട് ചോദിക്കുന്നു, ആരവിടെ വന്ന്? ആ വൃദ്ധൻ പറയുന്നു, ആരാന്ന് എനിക്കറിയില്ല. ദിവസവും ഇങ്ങോട്ട് കടന്നു വരും. ഞാൻ മൂത്രിച്ചതും കാഷ്ടിച്ചതും എല്ലാം വൃത്തിയാക്കും. എനിക്ക് ഭക്ഷണം നൽകും, എന്നെ കുളിപ്പിക്കും. ആരാണ് അയാളെന്ന് എനിക്കറിയില്ല. ഉമർ റളിയല്ലാഹു രാത്രിയുടെ ഇരുണ്ട നിശബ്ദതയിൽ ഒരു വൃദ്ധയുടെ വിസർജ്യം വൃത്തിയാക്കാൻ പോകുമ്പോൾ കൂടെ ഒരു ഫോട്ടോഗ്രാഫറെയും പത്രാധിപനൊന്നും കൊണ്ടുപോയിട്ടില്ല. ഇതിന്റെ പേരാ ഇഖ്ലാസുള്ള കർമ്മം എന്ന് പറഞ്ഞാൽ. മഹാനായ സൈനുൽ ആബിദീൻ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണപ്പെട്ട് അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ, സൈനുൽ ആബിദീൻ അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ പിറകിൽ ഇങ്ങനെ ഭാരം ചുമന്ന തയമ്പ് മക്കൾ കാണുമ്പോൾ എവിടെ നിന്നാണ് ഈ തയമ്പ് എന്ന് മക്കൾക്ക് പോലും അറിയുന്നില്ല. ദിവസങ്ങൾക്കപ്പുറം അദ്ദേഹത്തിന്റെ അയൽപ്പക്കത്തുള്ള ചെറിയ കൂരകളിൽ നിന്ന് കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്നു. എന്താണ് മക്കൾ കരയാൻ കാരണമെന്ന് ആൾ അന്വേഷിക്കുന്നു. പട്ടിണിയാണെന്ന മറുപടികൾ കിട്ടുന്നു. അപ്പൊ എത്ര ദിവസമോ എന്ന ചോദ്യങ്ങൾക്ക് ഭക്ഷണമുണ്ടായിരുന്നു. ഒരാൾ കൊണ്ടുവന്ന് തന്നിരുന്നു. മുഖമൂടി അണിഞ്ഞ് മുഖം മറച്ച ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ചുമലിൽ ഭാരം ചുമന്നു കൊണ്ടുവരും. ഞങ്ങളാരും ഇന്നോളം ആ മനുഷ്യന്റെ മുഖം കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ബാപ്പാന്റെ തയമ്പിന്റെ ഉത്തരം, പിന്നെ സൈനുൽ ആബിദീന്റെ പിറകിലെ തയമ്പിന്റെ ഉത്തരം കേട്ടവർക്കെല്ലാം മനസ്സിലാകുന്നു. പ്രിയപ്പെട്ടവരെ, അള്ളാഹു മാത്രം അറിയുന്ന നന്മകൾ നമ്മുടെ കയ്യിലുണ്ടോ എന്നാലോചിക്ക്. നമ്മുടെ പ്രിയപ്പെട്ടവരെങ്ങാനും ആശുപത്രിയിലായാൽ, ഡോക്ടർ പ്രതീക്ഷകളില്ല എന്നെങ്ങാനും വിധി പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷനോ മറ്റോ നമ്മൾ വിധേയരായാൽ, വല്ലാത്ത പരീക്ഷത്തിന്റെ കുരുക്കിലേക്ക് നമ്മൾ വീണുപോയാൽ, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തി ആ ഗുഹാവാസികൾ പറഞ്ഞ പോലെ, അള്ളാഹുവേ, നിനക്കുറപ്പുണ്ടെങ്കിൽ, നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ, 100% തിരിച്ചറിവുണ്ടെങ്കിൽ മാത്രം ഞാൻ അന്ന് ചെയ്ത കർമ്മം നിനക്ക് വേണ്ടിയാണെങ്കിൽ അതിന്റെ പേര് രക്ഷപ്പെടുത്തണേ എന്ന് പറയാൻ മാത്രം എന്തുണ്ട് കൈകളിൽ എന്ന് ആലോചിക്കുക. സുബഹിക്ക് എഴുന്നേൽക്കുന്നുണ്ടോ നമ്മൾ? 4:45, 4:45, 47 കൊടുക്കുന്ന ബാങ്കുകൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കുന്നുണ്ട്. പള്ളിയിലേക്ക് നമ്മൾ നടന്നു മഴയത്ത് നമുക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള നീയത്ത് എന്താണ് എന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് സ്വന്തത്തോട് ചോദിക്കുക. ഞാൻ എന്തുദ്ദേശത്തിലാണ് വരുന്നത്? പള്ളിന്റെ ആളായ ഞാൻ, സംഘടനാ പ്രവർത്തകനായ ഞാൻ, ISM-കാരനായ ഞാൻ, MSM-കാരനായ ഞാൻ പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ, അവിടെ എന്നെ കണ്ടിയില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് നമ്മൾ ഈ ദഅവാ പ്രവർത്തനങ്ങളിലൊക്കെയും സജീവമാകുന്നെങ്കിൽ, നമ്മൾ പള്ളികളിലേക്ക് കടന്നു പോകുന്നതെങ്കിൽ, നമ്മൾക്ക് ആ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്തോ നേട്ടമാണ് അള്ളാഹുവിന്റെ അരികിലുള്ളത്. വെറുതെ ഒന്ന് ആലോചിക്കുക. ആരും നമ്മുടെ കൂടെ ഉണ്ടാകില്ല. നമ്മളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ദിവസങ്ങൾ മാത്രം ഓർക്കും. 1-2 ദിവസങ്ങൾ അവരെ വാട്സപ്പുകളിലൂടെ നമ്മളെ കുറിച്ചുള്ള എഴുത്തുകൾ കടന്നു വന്നേക്കാം. നമ്മുടെ ചിത്രങ്ങൾ ഓടി മറഞ്ഞേക്കാം. വീടിൽ ഒരാഴ്ച നിശബ്ദത തളം കെട്ടി കിടന്നേക്കാം. 1 മാസം നമ്മുടെ പ്രിയപ്പെട്ടവർ വല്ലാത്ത വേദനയിലൂടെ കടന്നുപോയേക്കാം. പക്ഷെ അതിൻ്റെ അപ്പുറം ആർക്കും നമ്മളെ ഓർമ്മയുണ്ടാകില്ല എന്ന തിരിച്ചറിവും ബോധ്യവും നമ്മൾക്കുണ്ടാകണം. നമ്മളും നമ്മുടെ അമലുകൾ മാത്രം കൂട്ടിപ്പിടിച്ചുകൊണ്ടൊരു യാത്ര നമ്മൾക്കുണ്ട് എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. ആ മരണത്തിന്റെ കാലൊച്ചകൾ നാം നിശബ്ദമായി കേൾക്കുന്ന വല്ലാത്തൊരു ദിനം നമ്മൾ കടന്നു വരാനുണ്ട് എന്ന ബോധ്യം ഉണ്ടാകണം. എന്നിലേക്ക് വരരുതേ എന്ന മനുഷ്യൻ അട്ടഹസിക്കുന്ന ആ ദിവസം, ഞാൻ കഴിഞ്ഞിട്ടില്ല, എന്നും ഒരുങ്ങിയിട്ടില്ല, എന്റെ സ്വപ്നങ്ങളൊന്നും തീർന്നിട്ടില്ല എന്ന് മനുഷ്യൻ വിലപിക്കുമ്പോഴും ആ മരണത്തെ നമ്മൾ പുൽകുന്ന വല്ലാത്തൊരു ദിവസം നമ്മൾ കടന്നു വരാറുണ്ട്. ഞാൻ തിരക്കിലായെന്ന് നമ്മൾക്ക് പറയാം, പക്ഷെ ആ വർത്തമാനങ്ങൾക്കൊന്നും വന്ന പ്രസക്തിയില്ല. പ്രിയപ്പെട്ടവരെ, ആ മരണം നമ്മിലേക്ക് സംഭവിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മൾ അണിയിച്ചൊരുക്കും. നമ്മൾ 6 കാലിലെ കട്ടിലേന്തി 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് എല്ലാവരും നമ്മളെ പള്ളിക്കാട്ടിലേക്ക് ആനയിക്കും. പള്ളിയിൽ 1-ാം സഫിലേക്ക് നമ്മളെ കിടത്തും. ആരൊക്കെയോ നമ്മൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കും. പള്ളിക്കാട്ടിലേക്ക് ഇറക്കി വെച്ച് 6 മണ്ണിലേക്ക് നമ്മൾ ഇറക്കി മൂടുകല്ല് വെച്ച് ദുനിയാവുമായിട്ടുള്ള അവസ്ഥാനത്തെ വിളിച്ചവും അടച്ചു കളഞ്ഞ് നമ്മൾക്ക് വേണ്ടി 3 പിടി മണ്ണിട്ട് തസ്ബീഹത്തിനെയും ചോദിച്ച് ആ മനുഷ്യർ നടന്നു പോകുന്ന നഅൽ ചെരുപ്പിന്റെ ശബ്ദം ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ കേൾക്കാൻ പറ്റും. നമ്മളത് കേൾക്കും. പ്രിയപ്പെട്ടവരുടെ വിടവാങ്ങലൊക്കെയും നമ്മൾ കേട്ടറിയും. പിന്നെ ആ ഖബറിന്റെ ഏകാന്തതയിൽ, ആ രാത്രി നിശബ്ദതയിൽ, ആ ഖബർ നമ്മൾക്ക് പരിചയമില്ലാത്ത മണ്ണിന്റെ ഏകാന്തതയുടെ പുഴുക്കളുടെ ആ ലോകത്ത് നമ്മൾ ബാക്കിയാകുമെന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. ആ തിരിച്ചറിവിന്റെ ലോകത്ത്
നമ്മൾ കൊന്നമെങ്കിൽ സ്വർഗത്തിന്റെ പൂങ്കാവനമായി നമ്മുടെ ഖബർ മാറ്റാം, അല്ലെങ്കിൽ നരകത്തിന്റെ കുഴിയായി നമ്മൾക്ക് മാറ്റാം. ഏതാവണമെന്നും ഏതാക്കണമെന്നും തീരുമാനിക്കേണ്ടതൊക്കെയും നമ്മളാണ്. നമ്മുടെ അമലുകളാണെങ്കിൽ ആ അമലുകളുടെ അവസ്ഥ എന്ത് എന്നാലോചിക്ക്. എന്റെ വിശുദ്ധ ഖുർആന്റെ പാരായണങ്ങൾ എവിടെ എത്തി എന്നാലോചിക്ക്. എന്റെ പഠനങ്ങൾ എവിടെ എത്തി എന്നാലോചിക്ക്. എന്റെ ദീൻ എത്രയാണ് ഞാൻ മനസ്സിലാക്കിയെന്നാലോചിക്ക്. എന്റെ സൃഷ്ടാവിനെ കുറിച്ച് എനിക്കെന്തറിയാം എന്നാലോചിക്ക്. എന്റെ ജീവനേക്കാൾ ഞാൻ സ്നേഹിക്കേണ്ട എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എനിക്കെന്ത് വിജ്ഞാനമുള്ളത് എന്നാലോചിക്ക്. ഇപ്പോഴും എന്താ അറിയാന്ന് വെച്ചാൽ റസൂലുള്ളാഹിന്റെ വാപ്പാന്റെ പേരറിയും, ഉമ്മാന്റെ പേരറിയും. 6 വയസ്സായപ്പോൾ ഉമ്മ മരിച്ചു. മുലയൂട്ടിയ സ്ത്രീയുടെ പേരറിയും. 25-ാം വയസ്സിൽ കല്യാണം കഴിച്ചത് പറയും. 40-ാം വയസ്സിൽ നബിയായത് പറയും. 63-ാം വയസ്സിൽ മരിച്ചത് പറയും. ഇതിന്റെ അപ്പുറത്തേക്ക് റസൂലുള്ളാഹിയെ കുറിച്ച് നമ്മൾക്ക് എന്തറിയാമെന്ന് വെറുതെ ഒന്നാലോചിക്ക്. ഒരു കൂട്ടം ആളുകൾ ഇബ്രാഹിം റഹിമഹുള്ളയോട് പരാതി പറയുന്നു, ഞങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്, ഞങ്ങൾക്ക് എന്താണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്? അത് അദ്ദേഹം കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്, നിങ്ങളുടെ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയങ്ങളൊക്കെയും ചില വസ്തുക്കൾ കൊണ്ട്, ചില കാരണങ്ങൾ കൊണ്ട് മരണമടഞ്ഞു പോയിട്ടുണ്ട്. ഒന്നാമത് അദ്ദേഹം കൊടുക്കുന്ന മറുപടി, അറഫ്തുമുല്ലാഹു അസ്സ വജൽ, നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷേ ഫലം തുഅദ്ദു ഹഖ്ഖഹു, അള്ളാഹുവിന് കൊടുക്കേണ്ട വില നിങ്ങൾ കൊടുത്തിട്ടില്ല. അള്ളാഹു ജീവിതം കൊണ്ട് നിങ്ങൾ വഴിപ്പെട്ട് തീർന്നിട്ടുമില്ല. രണ്ടാമത് അദ്ദേഹം കൊടുക്കുന്ന മറുപടി, വഖറഅതുൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, ഫലം തഅമലു ബിഹി, ആ വിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. വദഅയ്തും മഹബ്ബത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. റബീഉൽ അവ്വലാവുമ്പോൾ പ്രവാചക സ്നേഹം അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ കൊട്ടിഘോഷിക്കുന്നുവെങ്കിലും അവർ ചൊല്ലുന്നത്ര സ്വലാത്ത് പോലും പലപ്പോഴും നമ്മുടെ നാവിലൂടെ കടന്നു വരുന്നില്ല എന്ന യാഥാർത്ഥ്യമെങ്കിലും നമ്മൾ തിരിച്ചറിയണം. അദ്ദേഹം കൊടുക്കുന്ന മറുപടി, ഫലം തഖദ്ദൂ ബിസുന്നതി, ആ റസൂലുള്ളാഹിയുടെ ചര്യ പിൻപറ്റാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല. വഖുൽതും, നിങ്ങൾ പറയുന്നു, ഇന്നകും മുസ്താഖൂനിൽ ജന്ന, സ്വർഗ്ഗത്തിനോട് അമിതമായ പ്രിയമുണ്ട്, ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ഫലം തഅമലു ലഹാ, പക്ഷെ നിങ്ങൾ ആ സ്വർഗ്ഗത്തിന് വേണ്ടി ഒരുങ്ങുന്നില്ല. ഇന്നകും തഖാഫൂന മിനന്നാർ, നരകത്തെ ഭയമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഫലം തഹ്റബൂ മിൻഹാ, ആ നരകത്തിന് ഓടി ഒളിക്കാൻ തൊക്കവണ്ണ പ്രവർത്തനങ്ങളിലൊന്നും നിങ്ങൾ വ്യാപൃതരാകുന്നില്ല. വൈഖൻതും ബിൽ മൗത്ത്, മരിക്കുമെന്ന കാര്യം നിങ്ങൾക്ക് ഉറപ്പാ. വഅന്നഹു ഹഖ്ഖുൻ, മരണമുണ്ടെന്ന സത്യവും നിങ്ങൾക്കറിയാം. ഫലം തസ്തഇദു ലഹു, ആ മരണത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാകുന്നില്ല. വസ്തഅൽതും ബി ഉയൂബിന്നാസ്, നിങ്ങൾ ജനങ്ങളുടെ കുറവുകളും ന്യൂനതകളും അവരുടെ പോരായ്മകളും എല്ലാം ചിക്കി പരതിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ വതറക്തും ഉയൂബക്കും, നിങ്ങൾ നിങ്ങളുടെ കുറവുകളെയും നിങ്ങളുടെ ന്യൂനതകളെയും നിങ്ങളുടെ പോരായ്മകളെയും അത് പരിശോധിക്കുവാനോ പോരായ്മകൾ നികത്തുവാനോ നിങ്ങൾ നിങ്ങളെ മെച്ചപ്പെടുത്തുവാനോ തയ്യാറാകുന്നില്ല. അക്കൽതും നിഅമല്ലാ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. വലം തഷ്കുറു ലഹു, പക്ഷേ റബ്ബി നിങ്ങൾ നന്ദി കാണിക്കുന്നില്ല. വദഫൻതും മൗതാക്കും, മരണപ്പെട്ടവരെ നിങ്ങൾ കഫൻ ചെയ്യുന്നുണ്ട്, അവരെ നിങ്ങൾ ഖബറടക്കുന്നുണ്ട്. ഫലം തഅ്തബിറു, നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളുന്നില്ല. ഫഅന്നാ യുസ്തജാബു ലക്കും, ഇനി നിങ്ങളൊന്ന് പറ, എങ്ങനെയാണ് നിങ്ങളുടെ കർമ്മങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കിട്ടുക എന്ന്. മഹാനായ ഇബ്രാഹിം അദ്ദേഹം ഒരു സൂഫി വര്യനാണ്, എങ്കിലും അദ്ദേഹം പറഞ്ഞ വർത്തമാനങ്ങൾ നമുക്ക് ചേർത്തെടുക്കാം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. നമ്മളല്ലാതെ വേറെ ആരും അതിനെപ്പറ്റി ആലോചിക്കാനില്ല. ആരും നമ്മളെക്കുറിച്ച് ചിന്തിക്കൊന്നുമില്ല. അയാൾ എന്നെക്കുറിച്ച്, ഇയാൾ എന്നെക്കുറിച്ച്, ഇതൊക്കെ നമ്മുടെ ധാരണകൾ മാത്രം. ആരും ആരെക്കുറിച്ചും ആലോചിക്കണില്ല. എല്ലാവരും അവനവന്റെ കാര്യം ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. ഞാൻ മരിച്ച എന്റെ ഖബർ, എന്റെ സ്വർഗം, എന്റെ നരകം, ഈ വിഷയത്തിൽ ആത്മാർത്ഥമായും ജാഗരൂകരാകാനും എന്തുണ്ട് കയ്യിലെന്ന ആത്മാർത്ഥമായ ചിന്തകളും ചോദ്യങ്ങളും എല്ലാം 1000 ആവർത്തി നാം നമ്മോട് ചോദിക്കുകയും വേണം. നമ്മൾക്ക് ഇഹ്സാൻ ഉണ്ടാകണം. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കലാണ് ഇഹ്സാൻ. എങ്ങനെ ആരാധിക്കണം? നിങ്ങൾ അല്ലാഹുവിനെ കാണുന്നുണ്ട് എന്ന പോലെ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. നിങ്ങൾ അല്ലാഹുവിനെ കാണുന്നില്ല എങ്കിലും ഫഇന്നഹു യറാക്, ആ റബ്ബ് നിങ്ങളെ കാണുന്നുണ്ട് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. ഖാദിസിയ യുദ്ധത്തിന് വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ഒരു സംഘത്തെ പറഞ്ഞയച്ചു, സൈന്യത്തെ പറഞ്ഞയച്ചു.
ദിവസങ്ങൾക്കപ്പുറം മദീനയുടെ അതിർത്തിയിൽ ഉമർ റളിയല്ലാഹു മൂടി ചുട്ടവെയിലത്ത് മുഖം പോലും മൂടിക്കെട്ടി ആരെന്ന് തിരിച്ചറിയപ്പെടാൻ പോലും സാധ്യമാകാത്ത കോലത്തിൽ അദ്ദേഹത്തിന്റെ കുതിര പുറത്തിരിക്കുന്നു. പടയാളികൾ തിരിച്ചുവരവും യുദ്ധത്തിന്റെ വിവരവും അന്വേഷിക്കുവാനാണ് കാത്തിരിപ്പ്. അങ്ങനെ യുദ്ധക്കളത്തിന് പടയാളി സ്വഹാബി വരിന് ഓടി കുതിരപ്പുറത്ത് കിതച്ചു വരുന്നു. ഉമർ റളിയല്ലാഹു ചോദിക്കുന്ന ചോദ്യം, യുദ്ധം എന്തായി യുദ്ധമെന്ന് പറയൂ. അദ്ദേഹം കൊടുക്കുന്ന മറുപടി, നിങ്ങൾ ആരാണ്? എനിക്ക് ഉമറിനെ കാണാനുണ്ട്, എന്റെ ഖലീഫയോട് വിവരം പറയാനുണ്ട്. അദ്ദേഹം മദീന ലക്ഷ്യമായി കുതിക്കുന്നു. ഉമർ റളിയല്ലാഹു പിറകിലോടുന്നു. ഞാനാണ് ഉമർ എന്ന് പറയാൻ അദ്ദേഹത്തിന്റെ വിനയം അദ്ദേഹത്തെ സമ്മതിക്കുന്നില്ല. മദീനയിലേക്ക് എത്തി അദ്ദേഹത്തിന് അബദ്ധം മനസ്സിലായി. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, ഓ ഉമർ, താങ്കൾക്ക് എന്നെ ഒന്ന് വിളിക്കാമായിരുന്നു, എന്നോടൊന്ന് പറയാമായിരുന്നു, ഞാനാണ് ഉമർ എന്നൊരു പ്രാവശ്യം ഉരുവിടാമായിരുന്നു. അദ്ദേഹം കൊടുക്കുന്ന മറുപടി, അതൊക്കെ മാറ്റൂ, അതൊന്നും ഒരു പ്രശ്നമല്ല, യുദ്ധം എന്തായി, ആ വിവരങ്ങൾ എന്നെ ഒന്നറിയിക്കൂ. അദ്ദേഹം കൊടുക്കുന്ന മറുപടി, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മൾ യുദ്ധം വിജയിച്ചു. പിന്നെ ഉമർ റളിയല്ലാഹു ചോദിക്കുന്ന ചോദ്യം, ആർക്കൊക്കെയാണ് ഷഹീദാകാനുള്ള അവസരം കിട്ടിയത്? അദ്ദേഹം ഇങ്ങനെ ഓരോ മനുഷ്യരുടെ പേരുകൾ പറഞ്ഞു. ഉമറേ, ഫുലാനുബിന് ഫുലാൻ, ഫുലാനുബിന് ഫുലാൻ, ഇന്നിന്നാളുടെ മനുഷ്യർ, ഇന്നിന്നാളുടെ മക്കൾ, ഇങ്ങനെ കുറെ ആളുകളുണ്ട്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഓ ഉമർ, ഉമറിനറിയാത്ത വേറെയും ചില ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇത് കേട്ട ഉമർ റളിയല്ലാഹു കരഞ്ഞു. കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന മറുപടി, ലാ യദുറുഹും അല്ലാ യഅരിഫുഹും ഉമർ ലാകിന്ന അല്ലാഹ യഅരിഫുഹും. ഈ നിസ്സാരനായ ഉമറിനെ അവരറിയില്ല എങ്കിൽ എന്താണ് ഇത്ര വിഷയം? അള്ളാഹുവിനെ അവരറിയാം, അവരെ കൃത്യമായിട്ടറിയാം. അവരാരാണ് എന്നും എന്താണ് എന്നും എവിടെയുള്ളവരാണ് എന്നും എല്ലാം എന്റെ റബ്ബിന് കൃത്യമായിട്ടറിയാം. പ്രിയപ്പെട്ടവരെ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു കാണുന്നു എന്ന ചിന്ത കൊണ്ട് നന്മ ചെയ്യാനും അള്ളാഹു കാണുന്നുണ്ടല്ലോ എന്ന തിന്മ കൊണ്ട് തിന്മ ചെയ്യാതിരിക്കാനും നമ്മൾക്ക് സാധ്യമാകേണ്ട, നമ്മളെ പ്രേരിപ്പിക്കേണ്ട ഏറ്റവും പരമപ്രധാനമായ ഭാഗമാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ആ ഇഹ്സാനുള്ള ആളുകളായി നമ്മൾക്ക് മാറാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ താല്പര്യത്തോടുകൂടി ചിന്തിക്കേണ്ടത്. ഞാൻ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നത് കൂടെയുള്ള ഒരാളും അറിഞ്ഞിട്ടില്ലെങ്കിലും എന്റെ റബ്ബെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലാ തഖുദുഹു സിനത്തും വലാ നൗം, ഉറക്കമോ മയക്കമോ ബാധിക്കാത്ത ഒരു റബ്ബ് എനിക്കുണ്ട്. അവൻ എന്നെ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ നടത്തവും എന്റെ ഇരുത്തവും എന്റെ പെരുമാറ്റവും എന്റെ സംസാരവും എന്റെ ഇടപാടുകളും എന്റെ ഇടപഴകലുകളും എല്ലാം എന്റെ റബ്ബിതാ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ആരാണ്, ഞാൻ എങ്ങനെയാണ്, ഞാൻ എന്താണ് എന്ന ചോദ്യവും ചിന്തയും എല്ലാം സദാസമയത്തും നമ്മൾക്കുണ്ടാകണമെന്നാണ് ആത്മാർത്ഥമായി നാം ചിന്തിക്കേണ്ടത്. ആ തിരിച്ചറിവുകൾക്ക്, ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ഏറ്റവും സുന്ദരനാകണമെന്ന താല്പര്യമുണ്ടാകണം. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, ജമീലുൻ അയ്യദുന്നന്നാസ ബിക ഖൈറൻ. ആളുകൾ നിന്നെക്കുറിച്ച് നല്ലത് വിചാരിക്കുക എന്ന് പറഞ്ഞാൽ അത് മനോഹരമായ കാര്യമാണ്. വല്ലജ്മൽ, എന്നാൽ അതിമനോഹരമായ കാര്യം എന്ന് പറയുന്നത് അൻതകൂന ഖൈറൻ മിമ്മാ യദുന്നൂൻ, അവർ നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളും നല്ലവനായി നീ മാറുക എന്നതാണ്. ഉമ്മാക്കറിയുന്ന ഒരു ഞാനുണ്ടാകും, എന്റെ ഭാര്യക്കറിയുന്ന ഒരു ഞാനുണ്ടാകും, എന്റെ നാട്ടുകാർക്ക് അറിയുന്ന ഒരു ഞാനുണ്ടാകും. പക്ഷേ അതിനേക്കാളും നല്ല ഒരു ഞാൻ, എന്റെ റബ്ബിന് മാത്രം അറിയുന്ന, തിന്മകളുടെ സാഹചര്യങ്ങൾ വന്നപ്പോഴും ഇല്ലെന്നു പറഞ്ഞ ഒരു ഞാൻ, രാത്രി നിശബ്ദതയിൽ എല്ലാവരും ഉറങ്ങിക്കിടന്നപ്പോഴും എഴുന്നേറ്റ് നമസ്കരിച്ച ഒരു ഞാൻ, തോന്നിവാസങ്ങളുടെ വിളിയാളങ്ങളോട് നോ എന്ന് പറഞ്ഞ ഞാൻ, തിന്മകളുടെ വിളിയാളങ്ങളോട് ഇല്ലെന്ന് പ്രഖ്യാപിച്ച ഞാൻ, നന്മയുടെ അവസരങ്ങളിൽ സജീവമായി ഉപയോഗപ്പെടുത്തിയ ഞാൻ, ഇസ്ലാമിക പ്രബോധനത്തിന്റെ പാന്താവിലേക്ക് വെല്ലുവിളികളും പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും പോരായ്മകളും കുടുംബബന്ധങ്ങൾ ചേർക്കുന്ന വിഷയത്തിൽ വിള്ളലുകൾ പോലും എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ പ്രോഗ്രാമുകൾ ചിലതൊക്കെയും എനിക്ക് മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഒരാൾ അതറിയുന്നുണ്ട്, ഒരാൾ അത് കണ്ടിട്ടുണ്ട്, അയാൾ എനിക്കതിന്റെ പ്രതിഫലം നൽകും എന്ന ആവേശമാണ് ഇഹ്സാൻ എന്ന വാക്കുകൊണ്ട് ആത്മാർത്ഥമായി സ്വാംശീകരിക്കാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടത് എന്നർത്ഥം. അതില്ലാത്ത പ്രവർത്തനങ്ങൾ നമ്മൾക്കുണ്ടാകരുത്. എന്തൊന്നിനേക്കാളും പ്രധാനം നിയ്യത്തുണ്ടാവുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ കാണുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മമാകണം. നിയ്യത്തിന് എത്രമേൽ പ്രസക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരാൾ ജനാബത്തുകാരനായി അയാൾ സാധാരണ പോലെ കുളിച്ചു. ആ കുളിക്കുന്ന സമയത്ത് അയാൾക്ക് ജനാബത്തിന് ശുദ്ധിയാവുക എന്ന നിയ്യത്ത് പോലും വെക്കാതെയാണ് ആ മനുഷ്യൻ കുളിച്ചതെങ്കിൽ അയാളുടെ ശുദ്ധിയല്ല, അയാൾ ശുദ്ധിയായിട്ടില്ല. അയാൾ പിന്നെ എത്ര നമസ്കരിച്ചാലോ നമസ്കാരങ്ങളെ പോലും അള്ളാഹു സ്വീകരിക്കില്ല. നിയ്യത്തിന് അത്രമേൽ ഇസ്ലാമിൽ പ്രാധാന്യമുണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകൾ അർത്ഥവും വ്യാപ്തിയും വിശാലതയും അറിയാത്തവരും ഉൾക്കൊള്ളാത്തവരും മനസ്സിലാക്കാത്തവരുമല്ല നമ്മൾ.
പക്ഷേ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിന്ന് ആ നീയത്ത് എപ്പോഴും ഉണ്ടാകാറുണ്ടോ എന്ന് ആലോചിക്കുക. ഒരു കാര്യം ഞാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്റെ മനസ്സിനോട് ഞാൻ ചോദിക്കണം, ഇത് ഞാൻ എന്തിനാ ചെയ്യണേ, എനിക്കിപ്പോ ചെയ്താൽ എന്താ കിട്ടുക എന്ന ചോദ്യം കടന്നു വരണം. ഉള്ളിന്റെ ഉള്ളിന്ന് പറയണം വജ്ഹുല്ല എന്ന് പറയണം. എന്താ വജ്ഹ് എന്ന വാക്ക് നമ്മൾ അർത്ഥം പറയാ? അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകുക, അള്ളാഹുവിന്റെ പ്രീതി ഉണ്ടാകുക എന്നൊക്കെ പറയും. പോട്ടെ, അതിനേക്കാളും ഒരു 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിനോട് എന്താ മോനെ വജ്ഹ് എന്ന് ചോദിച്ചാൽ ആ കുട്ടിയുടെ അർത്ഥം പറയും മുഖം എന്നല്ലേ? അതെ, മുഖം. വജ്ഹുല്ല, അള്ളാഹുവിന്റെ മുഖം. നാളെ സ്വർഗവാസികളോട് സ്വർഗത്തിലേക്ക് എല്ലാവരും പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സ്വർഗത്തിന്റെ തായ്വാരത്തേക്ക് എല്ലാവരും വിളിച്ചു കൂട്ടുമെന്നാണ് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. തുരീദൂന ശൈഅൻ അസീദുക്കും, ഇനി നിങ്ങൾക്ക് വല്ല ആവശ്യങ്ങളുണ്ടോ? നിങ്ങൾക്കിനി ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതായിട്ട് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ആ ചോദ്യങ്ങൾക്ക് സ്വർഗവാസികൾ കൊടുക്കുന്ന മറുപടി അലം തുബയ്യിദു വുജൂഹന, അല്ലാഹുവേ നീ ഞങ്ങളുടെ മുഖത്തെ ഇതാ പ്രകാശിപ്പിച്ചിരിക്കുന്നു. അലം തുദ്ഖിൽനൽ ജന്ന, നീ ഞങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചില്ല റബ്ബേ. അലം തുനജ്ജിനാ മിനന്നാർ, നീ ഞങ്ങളെ നരകത്തിന് രക്ഷപ്പെടുത്തിയില്ലേ നാഥാ. ഇനി ഇതിനേക്കാൾ അപ്പുറത്തേക്കുള്ള അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് എന്താണ് ലഭിക്കാനുള്ളത്? എല്ലാം ലഭിച്ചു നാഥാ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബാക്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകരെ, നാളെ ഞങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റുമോ? റസൂലുള്ളാഹി കൊടുക്കുന്ന ഒരു മറുപടി, നിങ്ങൾക്കിന്ന് ചന്ദ്രനെ കാണാൻ, പൗർണമിയുള്ള ദിവസമാണെന്ന്, ചന്ദ്രനെ കാണാൻ വല്ല പ്രയാസമുണ്ടോ എന്ന് ചോദിക്കുന്നു. സ്വഹാബാക്കൾ പറഞ്ഞു ഇല്ല. റസൂലുള്ളാഹി കൊടുക്കുന്ന മറുപടി, ഇന്നക്കും സതറൗന റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. കമാ തറൗന ഹാദൽ ഖമറ, ഈ ചന്ദ്രൻ നിങ്ങൾ കാണുന്നത് പോലെ. ബിഗൈരി ഹാത്തത്തിൻ വലാ കൈഫിയ, ഒരു മറയുമില്ലാതെ, ഒരു തടസ്സവുമില്ലാതെ, ഒരു മങ്ങലുമില്ലാതെ പൂർണ്ണമായിട്ട് റബ്ബിനെ കാണുന്ന ദിവസം നിങ്ങൾക്ക് സംജാതമാവുക തന്നെ ചെയ്യും. ആ അവസ്ഥ സ്വർഗവാസിയുടെ ആ ചോദ്യങ്ങൾക്കപ്പുറം അള്ളാഹുവിന്റെയും സ്വർഗവാസിയുടെയും മറ ഇങ്ങനെ നീങ്ങും. നമ്മൾ ആർക്ക് വേണ്ടിയാണോ നമസ്കരിച്ചത്, ആർക്ക് വേണ്ടിയാണോ നോമ്പെടുത്തത്, ആർക്ക് വേണ്ടിയാണോ എല്ലാം സഹിച്ചത്, ആർക്ക് വേണ്ടിയാണോ എല്ലാം തിരിച്ചത്? അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ, ദുനിയ വിശ്വാസിക്ക് ജയിൽ പോലെയും അവിശ്വാസിക്ക് സ്വർഗം പോലെയുമാണ് റബ്ബേ നീ പറഞ്ഞു. നീ ജയില് പോലെയാണെന്ന് പറഞ്ഞു. ദുനിയാവിന്റെ സുഖങ്ങളെയും ദുനിയാവിന്റെ വൈബുകളെയും ദുനിയാവിന്റെ ആർഭാടങ്ങളെയും ക്യാമ്പസിന്റെ മനോഹാരിതകളെയും നിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ മാറ്റിവെച്ചു. നാദാ, ഇതാ ഞാനിപ്പോ നിന്നെ കാണുന്നു. എനിക്കെല്ലാം നൽകിയ നിന്നെ, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എനിക്കൊരു ഉമ്മയെയും ബാപ്പയെയും തെരഞ്ഞെടുത്ത നിന്നെ, എനിക്ക് സുന്ദരമായ ശരീരം നൽകിയ നിന്നെ, എനിക്ക് അവയവങ്ങൾ നൽകിയ നിന്നെ, എനിക്ക് ആരോഗ്യം നൽകിയ നിന്നെ, എല്ലാം തെറ്റുകൾ 100,000 ചെയ്തിട്ടും എല്ലാം എനിക്ക് പുറത്തു നിന്നെ ഞാൻ ഇതാ കാണുന്നു. ആ നിമിഷത്തോളം, ആ ഒരു വല്ലാത്ത വൈകാരികതയോളം, ആ ഒരു സന്ദർഭത്തോളം സ്വർഗവാസികൾക്ക് സന്തോഷം ലഭിക്കുന്ന നയനാനന്ദകരമായ വേറെ സമയമില്ല എന്ന്, വേറെ നിമിഷമില്ല എന്ന് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിൽ എന്റെ മനസ്സിൽ ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ടത് ഒറ്റ നിയത്ത, എനിക്ക് അല്ലാഹുവിനെ കാണണം, ആ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് എത്തണം. അതിനു വേണ്ടിയാണ് ഈ സൽക്കർമ്മങ്ങളെന്ന് ഉള്ളിന്റെ ഉള്ളെന്ന് പറയാൻ നമ്മുടെ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കേണ്ടത്. സുദരിയിലേക്ക് 2 ആൾ വന്നു. 2 ചോദിച്ചു, റസൂലേ മൻ ഖൈറു റിജാൽ, ആരാണ് ജനങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ? റസൂൽ കൊടുക്കുന്ന മറുപടി ഉണ്ട്, മൻ തോല ഉംറുഹു വഹസുന അമലുഹു, ആർക്കാണോ സുദീർഘമായ കാലഘട്ടം ജീവിക്കാൻ അള്ളാഹു അവസരം കൊടുത്തത്, ആ അവസരങ്ങൾ മുഴുവനും നന്മ ചെയ്തവൻ ഏറ്റവും നല്ല മനുഷ്യൻ. റസൂലേ മൻ ശർറു റിജാൽ, ആരാണ് ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവൻ? റസൂൽ കൊടുക്കുന്ന മറുപടി, മൻ തോല ഉംറുഹു, ആർക്കാണോ ദീർഘമായ കാലഘട്ടം ജീവിക്കാൻ ദുനിയാവിൽ അവസരം കിട്ടിയത്, വസാ അമലുഹു, ആ ജീവിതം മുഴുവൻ തിന്മകൾ പ്രവർത്തിച്ചവനാണ് ഏറ്റവും മോശപ്പെട്ട മനുഷ്യനെന്ന്. 950ഓളം കൊല്ലം ദുനിയാവിൽ പ്രബോധനം നടത്തിയ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തോട് നാളെ ചോദിക്കുമെന്നാണ്, നൂഹേ ദുനിയാവിലെ ജീവിതം എങ്ങനെയുണ്ട്? അദ്ദേഹം കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്, ഞാൻ ഒരു വാതിലൂടെ കയറി വേറെ വാതിലൂടെ പുറത്തിറങ്ങി എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. നമ്മളിങ്ങനെ പുഴയിലേക്ക് നോക്കിയ മരക്കുറ്റി കാണും, പെട്ടെന്ന് നോക്കിയാൽ തോന്നും മരക്കുറ്റി ഇങ്ങനെ ഒഴുകുകയാണ്. പിന്നെയും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മരം അവിടെ തന്നെ ഉണ്ട്, വെള്ളം ഇങ്ങനെ ഒഴുകുക. നമ്മുടെ ജീവിതം ഇങ്ങനെ പോകുന്നുണ്ട്, ആയുസ് അങ്ങനെ തീരുണ്ട്, ആരോഗ്യം അങ്ങനെ കുറയുന്നുണ്ട്. ഒരു കഥയുണ്ട്, മരണത്തിന്റെ മാലാഖയുമായിട്ട് ഒരാൾ ഒരു സൗഹൃദം സ്ഥാപിച്ചു. സാങ്കല്പികമായ കഥയാണ്, ഞാൻ പലയിടത്തും പറഞ്ഞ് കേട്ടവരൊക്കെ ഇത് ഉണ്ടാവാം. അങ്ങനെ അടുപ്പത്തിന്റെ ബലത്തിൽ മാലാഖയോട് അദ്ദേഹം പറഞ്ഞു, നീ എന്നെ മരിപ്പിക്കാൻ വരുന്നതിന്റെ മുൻപ് ഒരു മുന്നറിയിപ്പുകാരനെ പറഞ്ഞേക്കണം, എനിക്കൊന്ന് ഒരുങ്ങാനാ. അങ്ങനെ കാലങ്ങൾ കുറെ കടന്നുപോയി.
പെട്ടെന്ന് ദിവസം ഇയാളെ മരിപ്പിക്കാൻ വേണ്ടി മാലാക വന്നു. പരിഭ്രമിച്ചുകൊണ്ട് ഇയാൾ ചോദിച്ചത്, ഞാനും നീയും തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നല്ലോ, എനിക്ക് വേണ്ടിയുള്ള മുന്നറിയിപ്പുകാരനെവിടെ? ഞാൻ ഒരുങ്ങിയില്ലല്ലോ എന്നാ. അതിന് മാലാക തിരിച്ചു കൊടുക്കുന്ന മറുപടി, ഞാൻ മുന്നറിയിപ്പുകാരൻ അയച്ചിട്ടില്ല എന്നാണോ നീ പറയുന്നത്? ഞാൻ നിന്നെ കണ്ടുമുട്ടുമ്പോ നിന്റെ തലമുടി കറുത്തതായിരുന്നില്ലേ? നിന്റെ പല്ലുകളൊക്കെയും ഉറച്ചതല്ലായിരുന്നോ? നിന്റെ കണ്ണുകൾക്ക് നല്ല കാഴ്ചയില്ലായിരുന്നോ? കേൾവി ദൃഢമല്ലായിരുന്നോ? തൊലികളൊക്കെയും ശക്തമല്ലായിരുന്നോ? ഇപ്പൊ നിന്റെ അവസ്ഥ എന്താ? നിന്റെ തൊലികളൊക്കെയും ചുക്കിച്ചുളിഞ്ഞില്ലേ? നിന്റെ തലമുടികൾക്ക് ജരാനരകൾ ബാധിച്ചില്ലേ? നിന്റെ പല്ലുകൾ കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയില്ലേ? കാഴ്ച മങ്ങിയില്ലേ? കേൾവി കുറഞ്ഞു തുടങ്ങിയില്ലേ? ഇത്രയേറെ മുന്നറിയിപ്പുകാരൻ ഞാൻ നിനക്ക് വേണ്ടി അയച്ചിട്ടും നീ മരണത്തിനു വേണ്ടി ഒരുങ്ങിയിട്ടില്ല എന്നാണോ പറയുന്നത് എന്ന് ആ മാലാക തിരിച്ചു ചോദിച്ചു. ഇതൊരു കഥയാണ്, പക്ഷെ ആ കഥ നമുക്ക് നൽകുന്ന പാഠം ജീവിത യാഥാർത്ഥ്യമാണ് തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായിട്ടൊന്ന് ഒരുങ്ങാൻ, ജീവിതത്തിൽ ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇത് പരീക്ഷണമാണെന്നും ഇവിടെ ഇങ്ങനെ കാലാകാലം നമ്മൾ ജീവിക്കുന്നതൊക്കെ നമുക്കറിയാം. അള്ളാഹു നമ്മോട് പറഞ്ഞെന്താ? നമ്മളിപ്പോ റൂമിലുണ്ട്, അപ്പുറത്തെ റൂമിൽ സ്വർഗ്ഗമുണ്ടെന്ന് പടച്ചോൻ പറഞ്ഞു. ആ സ്വർഗത്തേക്ക് ഇങ്ങനെയാണ് പോകേണ്ടതെന്നും കാണിച്ചു തന്നു. ആ പോകാൻ പറ്റാത്ത വഴിയും ഇന്ന ഭാഗത്തൂടെ പോയി അവിടെ എത്തൂല എന്നൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. എന്ന് പറഞ്ഞാൽ നാളെ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ പോലും നമുക്കറിയും. പക്ഷെ എല്ലാം നമ്മുടെ കയ്യിലുണ്ടായിട്ടും എന്താണ് ഞാൻ ഒരുങ്ങാത്തതെന്ന് വെറുതെ ആലോചിക്കുക. പഠിക്കാതെ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റൂല. നാളെ ഖബറിലേക്ക് എത്തിയാൽ മൻ റബ്ബുക മദീനുക, നിന്റെ റബ്ബാരാണ്, നിന്റെ അവലംബേതാ, നിന്റെ ദീനേതാ, മൻ ഹാദ റജുലുല്ലദീ ബുഇസ ഫീകും, നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യനെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് വസ്തുവിശ്വാസി കൃത്യമായ മറുപടികൾ പറയും. ആ മറുപടികൾ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മലക്ക് ചോദിക്കും, ഒമാ അദ്റാക്, നിനക്കതെങ്ങനെയാ മനസ്സിലായത് ചോദിക്കും. എങ്ങനെയത് മനസ്സിലായത്? അപ്പൊ ആ മനുഷ്യൻ പറയുന്ന മറുപടി എന്താ? ഖറഅതു കിതാബല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ ഗ്രന്ഥം വായിച്ചു. ആമൻതു ബിഹി, ഞാൻ അതിൽ വിശ്വസിച്ചു. വസദ്ദഖ്തു, അതിനെ സത്യപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ ഖുർആനിൽ കുറെ കടന്നുപോയി. ഇന്നോളം എന്റെ റബ്ബ് ഏതാന്ന് മനസ്സിലായത് ഏതായത്തുമെന്ന് നമുക്ക്, ഞാൻ പിൻപറ്റേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലായത് ഏതായത്തുമെന്നാ, എന്റെ ദീൻ ഇസ്ലാമാന്ന് മനസ്സിലായത്, എന്റെ അവലംബമായി ഞാൻ കൊണ്ടുനടക്കുന്ന വിശുദ്ധ ഖുർആൻ മനസ്സിലായത് ഏതായത്തുമെന്നാ. വെറുതെ ആലോചിച്ച് നോക്കി. ഇതൊന്നും കിട്ടാത്ത മനുഷ്യനോട് മലക്ക് ഇരുമ്പിന് തണ്ടുകൊണ്ട് അയാളെ പ്രഹരിക്കും. പ്രഹരത്തിന്റെ കൂടെ മലക്കോരോ മറുപടികൾ ഡയലോഗ് പറയും. ലാ ദറൈത വലാ തലൈത്, നീ വായിച്ചതുമില്ല, നീ പഠിച്ചതുമില്ല. സമയമുണ്ടായിരുന്നല്ലോ, സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ, സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നല്ലോ, എല്ലാം നിനക്ക് ഒരുക്കി തന്നിരുന്നല്ലോ, എന്തേന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് കൂട്ടത്തിലാണ് ഉൾപ്പെടാന്ന് വെറുതെ ആലോചിക്കുക. എന്താ നമ്മുടെ കയ്യിലുള്ള കോപ്പ് എന്ന് ആലോചിക്കുക. വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്ന ചോദ്യം, വമാ തദ്രി നഫ്സുൻ, പിന്നെ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഉദ്, നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചതെന്ന് സ്വയം ആലോചിക്കാനാ പറഞ്ഞത്. എന്തുണ്ടെന്ന് ആലോചിക്കുക. നമ്മൾ അള്ളാഹുവിനോട് റിക്വസ്റ്റ് കൊടുത്തുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിനോട് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അള്ളാഹുവിനെ ആവശ്യപ്പെടണം, അള്ളാഹു സ്വീകരിക്കണേ. ഓരോ സൽക്കർമ്മങ്ങൾ ചെയ്താൽ പോരാ, സൽക്കർമ്മങ്ങൾക്ക് ശേഷമെല്ലാം അതിന്റെ പോരായ്മകളെ പരിഹരിക്കുവാൻ അസ്തഗ്ഫിറുല്ലാഹ് നമ്മൾ പറയണം. അള്ളാഹുവിനോട് സ്വീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഹജ്ജ് കഴിഞ്ഞ് പുറത്തു വരുന്ന ഹാജിയോട് അള്ളാഹുവിന്റെ വാചകം, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം, അള്ളാഹുവിന് ഇസ്തിഗ്ഫാർ ചോദിക്കണം എന്ന. റസൂലുള്ളാഹി 23 വർഷത്തെ ത്യാഗവും വേദനകളും പ്രയാസങ്ങളും നമ്മളൊക്കെ ദീന്റെ മാർഗത്തിൽ നടന്നുപോയിട്ട് ഇന്നോളം നമ്മുടെ കാലെങ്കിലും വെച്ചു കുത്തിക്കണമെന്ന് വെറുതെ ആലോചിക്കുക. റസൂലുള്ളാഹിക്ക് എന്തൊക്കെ നോവും വേദനകളും അനുഭവിക്കേണ്ടി വന്നു. അതെല്ലാം അനുഭവിച്ച് മക്ക വിജയം സംഭവിച്ച് ഇസ്ലാം തന്റെ കുടക്കീലാകുന്ന സന്ദർഭത്തിലും അള്ളാഹു റസൂലിനോട് പറയുന്ന വാചകം, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ, അള്ളാഹു ധാരാളമായി ഓർക്കാനും ഇസ്തിഗ്ഫാർ ചോദിക്കാനും. പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുലേക്ക് ഇസ്തിഗ്ഫാർ ചോദിച്ചുകൊണ്ടേയിരിക്കണം. എനിക്ക് ഇസ്തിഗ്ഫാർ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ കുറെ പെർഫെക്റ്റ് ആണ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ മാത്രം ആലോചിച്ചാൽ മതി. ഒന്നാമത് ആലോചിക്കണ്ടേ, നമ്മുടെ കർമ്മങ്ങളൊക്കെയും അള്ളാഹുവിൻ റസൂൽ പഠിപ്പിച്ച പരിപൂർണമായ പൂർണ്ണതയിലല്ല എന്ന ഉറപ്പ് നമ്മൾക്കുള്ളിടത്തോളം കാലം ഇസ്തിഗ്ഫാർ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. 2, നമ്മുടെ ഇന്നോളമുള്ള ജീവിതം ഒരു കാസറ്റാക്കി നമ്മുടെ മുമ്പിൽ പടച്ചോൻ തന്നിട്ട്
ആ കേസറ്റ് നമുക്ക് നാട്ടുകാരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാനുള്ള ധൈര്യം ഉണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ആ കാലത്തോളവും നമ്മൾക്ക് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. എല്ലാം അള്ളാഹുവിനറിയാം, എല്ലാം അവൻ കണ്ടിട്ടുണ്ട്. നമ്മൾ അശ്രദ്ധകൾ പോലും അള്ളാഹുവിനറിയാം. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ ചോദിക്കണം. അള്ളാഹുവിന് നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാവണം. ലോകത്താർക്കില്ലെങ്കിലും അള്ളാഹുവിന് നമ്മളെക്കുറിച്ച് അഭിപ്രായം ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പരമമായ വിഷയമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ജീവിതത്തിന്റെ ഏറ്റവും പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തലാണ്. എന്തുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളെ കൊണ്ടും നമ്മൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണം. കാരണം എന്നെ സൃഷ്ടിച്ചത്, എന്നെ സംവിധാനിച്ചത്, എന്നെ മരിപ്പിക്കുന്നത്, എന്റെ നന്മയും തിന്മയും തൂക്കി നോക്കാൻ പോകുന്നത്, എന്നെ വിചാരണ ചെയ്യാൻ പോകുന്നത്, എനിക്ക് സ്വർഗമാണോ നരകമാണോ തീരുമാനിക്കുന്നത് എല്ലാം അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്, അള്ളാഹുവിന്റെ തൃപ്തി ഞാൻ നേടിയെടുക്കുക എന്നുള്ളതാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതെനിക്ക് നേടണം. ഇന്ന സ്വലാത്തി വനുസ്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരവും എന്റെ ബലികർമ്മവും എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എന്ന് പറയുമ്പോൾ അത് കൊടുത്തോ എന്ന് നമ്മൾ ആലോചിക്കണം. റസൂൽ പഠിപ്പിച്ച വാചകം ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഒരാളും വിശ്വാസിയാവുകയില്ല ഹത്താ യകൂന ഹവാഉ തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്നതിനോട് നിങ്ങളുടെ ഇച്ഛകൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ താല്പര്യങ്ങൾ തുല്യമാകുന്നത് വരെയെന്ന. അതിന്റെ അർത്ഥം എന്താ? എനിക്കിഷ്ടമുള്ളതെന്തും എന്റെ റബ്ബിന് ഇഷ്ടമാണോ എന്നാണ് ഞാൻ ആലോചിക്കേണ്ടത്. എനിക്കിഷ്ടമില്ലാത്ത ഒന്ന് എന്റെ റബ്ബിനും ഇഷ്ടമില്ലാത്തതാണോ എന്ന് ആലോചിക്കണം. ഞാനൊരു പാട്ട് പാടാൻ തുടങ്ങിയാൽ, ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ ഈ പറയാൻ പോകുന്ന വർത്തമാനം എന്റെ റബ്ബിന് ഇഷ്ടമുള്ളതായിരിക്കുമോ എന്ന് ചിന്തിക്കണം. ഇങ്ങനെ ജീവിതത്തിന്റെ മൈന്യൂട്ടായ മേഖലകളെ പോലും അള്ളാഹുവിന് സമർപ്പിക്കാൻ സാധ്യമാകുന്നിടത്താണ് നമ്മൾ വിജയികളായി തീരുക എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. ആത്മാർത്ഥമായ ബോധ്യത്തോടുകൂടി മുന്നോട്ട് പോകാനും പരിശ്രമിക്കാനും ഒക്കെ നമ്മൾക്ക് സാധ്യമാകണം. അള്ളാഹുവിന്റെ സ്വർഗം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ സ്വർഗം ഒരുക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ആ നരകം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മഹാനായ ഇമാം അസ്സലാഹി റഹിമഹുല്ലാഹ് പറയുന്നൊരു വർത്തമാനമുണ്ട്. നിങ്ങളൊന്നെങ്കിൽ അള്ളാഹുവിനോട് ഇഷ്ടത്തിന്റെ പേരിൽ നിങ്ങൾ നന്നാകണം. നിങ്ങൾക്കതിനും സാധ്യമല്ലെങ്കിൽ നിങ്ങൾ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് നന്നാവണം. നിങ്ങൾക്കതിനും സാധിക്കുന്നില്ലെങ്കിൽ നരകത്തെ ഭയപ്പെട്ടുകൊണ്ടെങ്കിലും നിങ്ങൾ നന്നാകണം. ഇതിന് മൂന്നിനും നമ്മൾക്ക് തയ്യാറാകുന്നില്ല എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട ഭാഗം വലഖദ് റഅയ്നാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, അള്ളാഹു നരകത്തിന് വേണ്ടി മനുഷ്യരും ജിന്നിലും പെട്ട ആളുകൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അവരുടെ പ്രത്യേകത, അവർക്ക് ഹൃദയങ്ങളുണ്ട്. ആ ഹൃദയങ്ങളെ കൊണ്ട് ലാ യഫ്ഖഹൂന ബിഹാ, ചിന്തിച്ച് മനസ്സിലാക്കാത്തവരാണവർ. വലഹും അയ്യുനുൻ, അവർക്ക് കണ്ണുകളുണ്ട്. ലാ യുബ്സിറൂന ബിഹാ, ആ കണ്ണുകൾ കൊണ്ട് കണ്ടു മനസ്സിലാക്കാത്തവർ. അവർക്ക് കാതുകളുണ്ട്. ആ കാതുകൾ കൊണ്ട് കേട്ടു മനസ്സിലാക്കാത്തവർ. ഉലായിക കല്ലൻആം, അവർ പൂത്തുകളെ പോലെയാണ് എന്ന് പറഞ്ഞു. നാൽക്കാലികളെ പോലെയാണ് എന്ന് പറഞ്ഞു. അല്ല, അവരൊക്കെ അതിനെയും മെച്ചമാണ്. ബൽഹും മദൽ, ഈ കൂട്ടർ അതിനേക്കാളും മ്ലേച്ഛപ്പെട്ടവരാണ്, മ്ലേച്ഛമായവരാണ് എന്ന് പറഞ്ഞു. ആ വർത്തമാനങ്ങൾ നമ്മളെക്കുറിച്ച് ആവാതിരിക്കാൻ ആത്മാർത്ഥമായ ശ്രമവും പരിശ്രമവും ഒക്കെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഗൗരവത്തോടുകൂടി വിഷയത്തെ നോക്കിക്കാണുക. എന്റെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണം. എന്തു വന്നാലും ഞാൻ നിർവഹിക്കുന്നു, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ അള്ളാഹ് സ്വീകരിക്കുന്ന രൂപത്തിലാണോ എന്നാണ് ആലോചിക്കേണ്ടത്. ആ പെർഫെക്ഷനാണ് നമ്മൾക്ക് വേണ്ടത്. ക്വാളിറ്റിയാണ് അള്ളാഹുവിന് വേണ്ടത്, ക്വാണ്ടിറ്റി അല്ല എന്ന ബോധ്യം ഉണ്ടാവുക. എല്ലാ ഭാഗത്തെയും സുന്ദരമാക്കി, മനസ്സ് പാപഭംഗിലമാക്കി, എല്ലാ കുറ്റങ്ങളെയും അള്ളാഹുവിന് മുമ്പിൽ ഏറ്റുപറഞ്ഞ് ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളൊക്കെയും ഏറ്റവും സുന്ദരമായി നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അർഹമുറാഹിമീനായ നാഥൻ കർമ്മങ്ങളെല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രം സമർപ്പിക്കുന്നവരെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹിദായി മുഅ്മിനായി മുഖ്ലിസായി കൊണ്ട് മുത്തഖിയായി കൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇതിലുടനീളം തഖ്വ മുറുകെ പിടിക്കുന്നവരായിട്ട് മാറുക. അല്ലാഹുമ്മ അഫ്വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.